ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്ന 6-ാം നൂറ്റാണ്ട് നമുക്കറിയാം. ലോക ചരിത്രത്തിൽ ഒരുപാട് മനുഷ്യ സമൂഹങ്ങൾ കടന്നുപോയി. ഒരുപാട് വൃത്തികെട്ട സ്വഭാവങ്ങളുള്ളവർ, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും, അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്നവരും, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും, മോശത്തരങ്ങൾ ചെയ്യുന്നവരും ഉൾപ്പെടെ ഒരുപാട് സമൂഹങ്ങൾ കടന്നുപോയി. എങ്കിലും ആ ഒരു സമൂഹത്തെയും ചരിത്രകാരന്മാർ ഇരുണ്ട യുഗമെന്നോ ഡാർക്ക് ഏജസ് എന്നോ വിശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ ഹബീബായ റസൂല് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന 6-ാം നൂറ്റാണ്ടിലെ അറബി സമൂഹത്തെ അതേ ചരിത്ര സമൂഹം ഓമന പേരിട്ട് വിളിച്ചു ഇരുണ്ട യുഗത്തിലെ കാട്ടാളന്മാരെന്ന്. ഇരുണ്ട യുഗത്തിലെ കാട്ടാളന്മാരെന്ന്. ആ ഇരുണ്ട യുഗത്തിലെ മനുഷ്യർക്കിടയിൽ ആ മനുഷ്യരുടെ മനസ്സിൽ പ്രവർത്തനം നടത്തി അവരിൽ മാറ്റത്തിന്റെ മാറ്റലമിഴക്കിക്കൊണ്ട് അതേ ഇരുണ്ട യുഗത്തിലെ കാട്ടാളന്മാരായിരുന്ന ആ മനുഷ്യർ ലോകത്തിന്റെ മുന്നിൽ നിരത്തി നിർത്തിയിട്ട് ഹബീബായ റസൂൽ ലോകത്തോട് പറഞ്ഞു, അല്ല, ഇനി മുതൽ ഇവർ ഇരുളിന്റെ വക്താക്കളല്ല, ഇനി മുതൽ ഇവർ ഇരുണ്ട യുഗത്തിന്റെ മനുഷ്യരല്ല, പിന്നെയോ ഇന്നു മുതൽ ഇവർ പ്രകാശത്തിന്റെ വക്താക്കളാണ്. ഇന്നും ഇവർ ഇതരവിരുദ്ധ സന്മാർഗത്തിന്റെ വഴിവിളക്കുകളാ. അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചു, അസ്ഹാബി കന്നുജൂം, അതേ എന്റെ സഹാബാക്കൾ, എന്റെ സന്തത സഹചാരികൾ അവർ നക്ഷത്ര തുല്യരാണ്. വഴിയറിയാതെ വഴിതെറ്റി പോകുന്ന മനുഷ്യർക്ക് വഴികാട്ടി കൊടുക്കുന്ന താരകങ്ങളെ പോലെ എന്റെ സഹാബത്ത് താരക തുല്യരാണ്. എന്റെ സഹാബത്ത് സന്മാർഗദർശിനികളാണ്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ മുന്നിൽ എടുത്ത് കാണിച്ചു കൊടുക്കുകയാ. അതേ എന്റെ സഹോദരങ്ങളെ, ലോകത്ത് ഇത്രത്തോളം മാറ്റങ്ങൾ വരുത്തിയ ഒരു വിപ്ലവ നായകനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇത്രത്തോളം മാറ്റങ്ങൾ വരുത്തിയ ഒരു നായകൻ, അല്ലാഹുവിന്റെ ഹബീബ് വരുത്തിയ മാറ്റങ്ങൾ. മയക്കുമരുന്നിൻ മാഫിയയുടെ കയ്യിൽ പെട്ടമർന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടം സഹാബത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് മാറ്റം വരുത്തിയില്ലേ? മദ്യക്കുപ്പികൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരിക്കാനും മരണാനന്തരം പോലും തങ്ങളുടെ കുഴിമാടത്തിന് മുകളിൽ ഒരു മുന്തിരിവള്ളി നടണമെന്നും ആ മുന്തിരിവള്ളിയുടെ വേരിന്റെ കബറിലേക്ക് ഇറങ്ങി വന്ന് അതിലൂടെ മുന്തിരിച്ചാറിലൂടെ എനിക്ക് മദ്യം നുകരണമെന്നും ആഗ്രഹിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നുവെങ്കിൽ സദാസമയത്തും മദ്യവെച്ച് കലങ്ങിയ കണ്ണുകളുമായി ഒരു തോളത്ത് വേട്ടമൃഗത്തെയും മറ്റൊരു തോളത്ത് ആയുധങ്ങളും തൂക്കിയിട്ടുകൊണ്ട് നടന്ന മക്കാ മരുമണ്ണിലെ ഏറ്റവും അറിയപ്പെട്ട മദ്യപാനിയായിരുന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി അവസാനം സയ്യിദുൽ ശുഹദാ, രക്തസാക്ഷികളുടെ നേതാവെന്ന അതിമഹത്തായ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിന്റെ മുന്നിൽ മാതൃകാപരമായ വിപ്ലവങ്ങൾ നടത്തിയ മഹാനായ വിശ്വവിമോചകൻ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് വരുത്തിയതുപോലെ മറ്റാർക്കാ സഹോദരങ്ങളെ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞത്? വിശ്വലോക പ്രശസ്തമായ പുസ്തകം രചിച്ച ഡോക്ടർ മൈക്കിൾ എച്ച് ഹാർട്ട് ഉണ്ടല്ലോ, The 100 Ranking of the Most Influential Persons in History, ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 മഹാരഥന്മാരെ പറ്റി പുസ്തകം എഴുതിയ മൈക്കിൾ എച്ച് ഹാർട്ട് ആ പുസ്തകത്തിൽ ഒന്നാമതായി തന്നെ കൊണ്ടുവന്നു മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ മുഹമ്മദിനെ കൊണ്ടുവന്നത് എന്ന് പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, he was the man before him to achieve the dictatorship of modern world. ആധുനിക സമൂഹത്തിന്റെ സർവാധിപത്യം കൈയാളാൻ അർഹനായ ഒരേ ഒരു വ്യക്തി ഈ ലോകത്തുണ്ട് എങ്കിൽ അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബി ലോകത്ത് നൽകിയ ഈ ലോകത്ത് കാഴ്ചവെച്ചതായ വിപ്ലവ പ്രവർത്തനങ്ങൾ, he would success in solving problems in any way that would bring peace and blessings. ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന രീതിയിൽ അതിമഹത്തായ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച മഹാനായ നേതാവാണ് മുഹമ്മദ് എന്ന് ലോകത്തിന്റെ മുന്നിൽ 1000 വട്ടം ആവർത്തിച്ചാണയിട്ട് പറയുവാൻ ഒരു മുസ്ലിം പോലും അല്ലാത്ത മൈക്കിൾ എച്ച് ഹാർട്ട് പ്രേരിതനായി എങ്കിൽ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അത്രത്തോളമായിരുന്നു. നമുക്കറിയില്ലേ, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബാലു കൊതിച്ചു പോയത്, if India
India has to improve. ഇന്ത്യ രാജ്യം ഗതി പിടിക്കണമെങ്കിൽ, ഇന്ത്യ രാജ്യം പുരോഗതി പ്രാപിക്കണമെങ്കിൽ, it should be ruled by a dictator as honest and upright as Hazrat Umar. ഇന്ത്യ രാജ്യത്ത് ഉമറിനെ പോലെ ഒരു ഭരണം ഉണ്ടായിരിക്കണം. ഉമറിന്റെ ഭരണമാണ് വരേണ്ടത് എന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോലും ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്താ സഹോദരങ്ങളെ ഉമറിന്റെ പ്രത്യേകത? എങ്ങനെയാ ഉമറിൽ മാറ്റം ഉണ്ടായി തീർന്നത്? ഒരു കാലത്ത് പ്രിയപ്പെട്ട പിതാവായ ഖത്താബ് 100 ഒട്ടകങ്ങളുമായി രാവിലെ ബത്ഹായിന്റെ താഴ്വരയിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു ചെറുപ്പക്കാരനായ ഉമറിനെ. വൈകുന്നേരം വരെ ബത്ഹായിന്റെ താഴ്വരയിൽ ഒട്ടകത്തെ മേയിച്ചിട്ട് വൈകുന്നേരം ആ ഒട്ടകങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഉമറിന്റെ പിതാവായ ഖത്താബ് ഒട്ടകങ്ങളെ എണ്ണി എണ്ണി തൊഴുത്തിലേക്ക് കയറ്റും. എന്നിട്ട് ആ തൊഴുത്തിന്റെ വാതിൽ പൂട്ടിയിട്ട് ഒട്ടകത്തെ അടിക്കുന്ന ചാട്ടവാറെടുത്തിട്ട് ഉമർ എന്ന തന്റെ പ്രിയപ്പെട്ട മകനെ അടിക്കുമായിരുന്നു. എന്നിട്ട് ചോദിക്കുമായിരുന്നു, രാവിലെ 100 ഒട്ടകങ്ങളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ വൈകുന്നേരം വന്നപ്പോ 98 ഒട്ടകങ്ങളുമായിട്ടാണോ വന്നിരിക്കുന്നത്? വെറും 2 ഒട്ടകങ്ങളെ പോലും മേയ്ക്കാൻ അറിയാത്ത മണ്ടനാണോടാ നീ എന്ന് ചോദിച്ച് സ്വന്തം പിതാവ് തന്നെ ചാട്ടവാറ് കൊണ്ടടിച്ച മഹാനായ ഉമർ ലോകത്തിന്റെ 4/3 ഭാഗങ്ങളെയും മാതൃകാപരമായി ഭരണം നടത്തുന്ന മഹാനായ ചക്രവർത്തിയായെങ്കിൽ എങ്ങനെയാ? അള്ളാഹുവിന്റെ ഹബീബ് ആ ഉമറിൽ വരുത്തിയ പരിവർത്തനത്തിലൂടെയല്ലേ സഹോദരങ്ങളെ? ലോകത്തെ അറിയപ്പെട്ട ചക്രവർത്തിയായ നെപ്പോളിയൻ ബോണപ്പാർട്ട് പോലും പറഞ്ഞത്, ഐ ഹാവ് 2 ഗ്രേറ്റ് അംബിഷൻസ്. 2 ആഗ്രഹങ്ങളെ എനിക്കുള്ളൂ. ഒന്ന്, ഐ വാണ്ട് ടു റെയിൻ ദ ഹോൾ വേൾഡ്. ലോകം മുഴുവനും എനിക്ക് ഭരിക്കണം. എന്റെ 2ാമത്തെ ആഗ്രഹം, ഞാൻ അങ്ങനെ ഭരണം നടത്തുമ്പോൾ ആ ഭരണം ലൈക്ക് ഹസ്രത്ത് ഉമർ, അത് ഉമറിന്റെ ഭരണമായിരിക്കണം. ഇങ്ങനെ ആ ഉമറിനെ, അതെ നീതി എന്തെന്ന് അവകാശം എന്തെന്നറിയാതെ നടന്നിരുന്ന ഉമറിനെ മക്കയിലുള്ള വർഗീയ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളുടെ കൊട്ടേഷൻ ഗുണ്ടയായി ജീവിതം നയിച്ച് പണം കിട്ടിയാൽ എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ലാതിരുന്ന ഉമറിനെ നീതിയുടെ പടവാളാക്കി മാറ്റിയ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുന്നിൽ നടപ്പിൽ വരുത്തിയതുപോലെ രാഷ്ട്രീയപരമായ വിപ്ലവങ്ങൾ നടത്താൻ ലോകത്ത് ഏത് നേതാവിനാ സാധിച്ചിട്ടുള്ളത്? ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് ആചാര്യന്മാർ, ഒരുപാട് തത്വസംഹിതകളുമായി പലരും ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് വരുത്തിയതുപോലെ മാറ്റം വരുത്താൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? സാമൂഹികമായ വിപ്ലവങ്ങൾ പോലും മക്കാ മരുമണ്ണിൽ കടന്നത് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കാപ്പരി കൂട്ടത്തിലെ അടിമയായിക്കൊണ്ട് ഒട്ടകത്തെ കിടന്നുറങ്ങിയിരുന്ന ഒട്ടകത്തിന്റെ തൊഴുത്തിൽ ഒട്ടക ചാണകത്തിന് നടുവിൽ അതേ വിശ്രമിക്കേണ്ടി വന്ന മഹാനായ ബിലാൽ ഇബ്നു റവാഹയെ, ബിലാലെ നിന്റെ തൊലിയുടെ കറുപ്പൊരു കുറവല്ല, ബിലാലെ നീ കാപ്പരിയാണെന്നതൊരു കുറവല്ല, ബിലാലെ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഒരു കുറവല്ല, ബിലാലെ നീയും മനുഷ്യനാണ്, ബിലാലെ നിനക്കും സ്വാതന്ത്ര്യമുണ്ട്, ബിലാലെ നിനക്കും അവകാശമുണ്ട്. അതേ ഏത് മക്കാ മരുമണ്ണിൽ കിടന്ന് ക്രൂരമായ പീഡനങ്ങളാ ബിലാൽ ഏറ്റുവാങ്ങിയോ അതേ ബിലാലിനെ തന്നെ ലോകത്തിലെ ഏറ്റവും 1ാമത്തെ വിശുദ്ധമായ ഭവനമായ കഅബാലയത്തിന്റെ മുകളിലേക്ക് പിടിച്ചു കയറ്റിക്കൊണ്ട് സാമൂഹികമായ വിപ്ലവങ്ങൾ സാധിച്ചെടുത്ത മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ എന്റെ സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങളും ഒരുപാട് വിമോചനങ്ങളും നടപ്പിൽ വരുത്തിയെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ ഹബീബായ റസൂൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആ ഹബീബായ റസൂൽ പഠിപ്പിച്ച സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ നിലവിൽ നാം ഒരു ജീവിതം നയിക്കുന്നത്? ഗൗരവപൂർവ്വം ചിന്തിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനോട് നമുക്ക് സ്നേഹമുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബിനെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പ്രവാചകരോടുള്ള പ്രേമം, എന്റെ സഹോദരങ്ങളെ, ആ സ്നേഹത്തിന്റെ വില നമുക്കറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയെന്നറിയുമോ? സർവ അണ്ടകടാഹങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ, സർവകോടി മനുഷ്യ മക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ, പർവ്വതങ്ങളെ സൃഷ്ടിച്ച, അലമാലകൾ ആയിരങ്ങൾ അലയടിക്കുന്ന കടലോരങ്ങളെ സൃഷ്ടിച്ച, കോടാനുകോടി നക്ഷത്രങ്ങൾ നീന്തിത്തൊടുക്കുന്നതായ, ഗോളങ്ങൾ സഞ്ചരിക്കുന്നതായ, അത് ആകാശത്തിന്റെ അതിനുകൂടെ രഹസ്യങ്ങളെ സൃഷ്ടിച്ച, അന്തരീക്ഷത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ പ്രിയപ്പെട്ട പ്രവാചകരെ പ്രേമിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? സിനിമാ താരങ്ങളോടുള്ള പ്രേമത്തിന് വേണ്ടി ജീവിതം കൊടുത്ത ചെറുപ്പക്കാരാ, ആ
സിനിമാ താരങ്ങൾ മുടി വളർത്തുന്നത് പോലെ മുടി വളർത്താനും അവര് വസ്ത്രം ധരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കാനും അവര് ജീവിക്കുന്ന പോലെ ജീവിക്കാനും കൊതിച്ചുകൊണ്ട് ലക്ഷ്യബോധമില്ലാത്ത ജീവിതത്തിന്റെ വക്താക്കളായി മാറുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകര് പടച്ചവൻ പ്രേമിച്ചതെങ്ങനെയെന്നറിയുമോ? അറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബദാ മക്ക മരുമണ്ണിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാ. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യപ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് മക്കയിലുള്ള വർഗീയ പരിവാരങ്ങളുടെ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആട്ടും തുപ്പുമെല്ലാം സഹിച്ചിട്ട് ക്ഷീണിച്ചവശനായതാ കഅബാലയത്തിന്റെ ചാരത്ത് മഹതിയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീടിന് സമീപമതാ അല്പസമയം വിശ്രമിക്കുന്ന മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബദാ നിശയുടെ നിശബ്ദതയിൽ നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ, മക്ക പട്ടണം മുഴുവനും അതാ നിശബ്ദരായി കിടക്കുമ്പോൾ ഹബീബായ റസൂലിനെ ആരോ വന്ന് കുലുക്കി വിളിക്കുകയാ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരാ, പരിശുദ്ധമായ കണ്ണുകൾ തിരുമി കണ്ണു തുറന്നു നോക്കുമ്പോൾ ആരാ തന്നെ വന്ന് വിളിച്ചുണർത്തുന്നത്? ഏതൊരു സതീർത്ഥന്റെ വരവ് പ്രതീക്ഷിച്ച് ദിവസങ്ങളോളം താൻ കാത്തിരുന്നു, ഏതൊരു സതീർത്ഥന്റെ ആഗമനത്തിന് വേണ്ടി താൻ കാത്തിരുന്നു, ഏതൊരു കൂട്ടുകാരന്റെ ശബ്ദം കേൾക്കാൻ താൻ കൊതിച്ചിരുന്നു, ആ കൂട്ടുകാരൻ തന്നെ കുലുക്കി വിളിക്കുകയാ. ഏത് കൂട്ടുകാരനാ സഹോദരങ്ങളെ വന്നത്? ഹബീബായ റസൂലിനോടൊപ്പം നിഴല് പോലെ നടന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് അല്ല. എന്റെ ഹബീബിനെ ആരുണ്ടടാ ഒന്ന് തൊടാൻ, അവന്റെ തല ഞാൻ അറുത്തെടുക്കുമെന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ല. ആരാ അല്ലാഹുവിന്റെ ഹബീബിനെ വന്ന് തട്ടി വിളിച്ചത്? അതേ ഭൂമിയിലുള്ള സതീർത്ഥനല്ല, പിന്നെയോ പടച്ച തമ്പുരാന്റെ വിശുദ്ധവും വിസ്തൃതമായ ദർബാറിൽ നിന്നും അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് വിശുദ്ധ ഖുർആനിലെ ദിവ്യ സൂക്തങ്ങളുമായി കടന്നു വരുന്ന മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഹബീബായ റസൂലിനെ തട്ടി ഉണർത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ കണ്ടിരുമ്മി ചോദിക്കുന്നു, ജിബ്രീൽ, ഇത്ര ദിവസങ്ങളും എവിടെയായിരുന്നു ജിബ്രീൽ? താങ്കളെ കാണാൻ ഞാനൊന്ന് കൊതിച്ചിരുന്നല്ലോ ജിബ്രീൽ. ആരായ ജിബ്രീൽ പറയുന്നു, നബിയെ സംസാരിക്കാൻ സമയമില്ല നബിയെ, യാത്ര പുറപ്പെടേണ്ടുന്നതുണ്ട് നബിയെ, യാത്ര പുറപ്പെടേണ്ടുന്നതുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂലിനെ മഹാനായ ജിബ്രീൽ കൊണ്ടുപോവുകയാ. വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞുവല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. മക്ക പട്ടണത്തിലെ മസ്ജിദുൽ ഹറാമിൽ കിടന്നുറങ്ങിയ അല്ലാഹുവിന്റെ ഹബീബിനെയും കൊണ്ട് മഹാനായ ജിബ്രീൽ പറക്കുകയാ. അതേ ഒരുപാട് ദൂരങ്ങളപ്പുറമുള്ള മസ്ജിദുൽ അഖ്സാ സ്ഥിതി ചെയ്യുന്നതായ ഫലസ്തീൻ, ആ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, ഇസ്ലാമിന്റെ ആദ്യത്തെ ഖിബലയായ മസ്ജിദുൽ അഖ്സയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ. എന്നും ഓരോ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബയുടെ അവസാനം പ്രിയപ്പെട്ട ഇമാമിങ്ങൾ ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് വിതുമ്പുന്ന ഹൃദയത്തോടുകൂടി പ്രാർത്ഥന നടത്തുമ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്നതായ ഫലസ്തീൻ, ഒരുപാട് കണ്ണീരിന്റെ വേദനാജനകമായ ചരിത്രങ്ങൾ പറയുന്ന ഫലസ്തീൻ, മഹാനായ യാസർ അറഫാത്തിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, ഇസ്സുദ്ദീൻ ഖിൽജിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, നൂറുദ്ദീൻ സംഗീയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, ഇമാമുദ്ദീൻ സംഗീയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ. ഇസ്ലാമിനെ പറ്റി പഠനം നടത്തുന്ന ഓരോ വിദ്യാർത്ഥിക്കും 21ാം നൂറ്റാണ്ടിലും ആവേശോജ്ജലമായ ചരിത്രത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ. അതേ പിറന്ന നാട്ട് പോലും സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമില്ലാതെ വിമോചന പോരാട്ടം നടത്തുന്ന
ഫലസ്തീനുകൾക്ക് ആവേശോജ്ജലമായ നേതൃത്വം കൊടുത്ത മഹാനായ ശൈഖ് യാസീൻ 13ാമത്തെ വയസ്സിൽ ശരീരം തളർന്നു പോയിട്ട് അതേ ഖാദിമീങ്ങളോടൊപ്പം ചക്രമുള്ള കസേരയിൽ മാത്രം സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥയിൽ പോലും തളർന്ന ശരീരത്തിനുള്ളിലെ തളരാത്ത ഹൃദയത്തിന്റെ ശക്തി കൊണ്ട് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തിയ മഹാനായ ഷഹീദ് ശൈഖ് യാസീന്റെ ചരിത്രങ്ങൾ ഇറങ്ങുന്ന ഫലസ്തീൻ ഒരു സുബഹിക്ക് വേണ്ടി പ്രിയപ്പെട്ട സേവകരോടൊപ്പം ചക്രമുള്ള കസേരയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിന്റെ സിക്കറൊറ്റ ബോംബർ മിസൈലുകൾ വർഷിക്കപ്പെട്ട് ശരീരം കഷണമായി ചിഹ്നിച്ച ദൃശ്യഹാദത്ത് വരിച്ച ശൈഖ് യാസീന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ സബറയുടെ ശതീലയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ സ്വന്തം നാട്ടിൽ പോലും അഭയാർത്ഥികളെ പോലെ സബറയുടെയും ശതീലയുടെയും ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നപ്പോൾ അതേ ജൂതജാര സന്തതികൾ അവിടേക്ക് കടന്നു വന്നിട്ട് സുന്ദരികളായ പെണ്ണുങ്ങളുടെ മാനം കെടുത്താൻ ശ്രമിച്ചപ്പോൾ അവിടെയെല്ലാം കയ്യിലൊരായുധം പോലുമില്ലാതെ സങ്കോചത്തോടുകൂടി നെഞ്ചു വിരിച്ച പോരാട്ടം നടത്തിയ ചെറുപ്പക്കാര് അവരുടെ കൈകളും കാലുകളും കെത്തിച്ച് മലർത്തി കിടത്തിയിട്ട് വിറക് കഷണങ്ങൾ കീറുന്നത് പോലെ മുറിച്ചേറിയ ആയുധങ്ങൾ കൊണ്ട് അവരെ കീറി മാറ്റിയപ്പോഴും അതിന്റെ ചോരയുടെ മണമുടങ്ങാത്ത ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ അതെ എന്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വാപ്പയോടൊപ്പം സൈക്കിൾ വാങ്ങാൻ പോകുമ്പോൾ ഇസ്രയേലിന്റെ പട്ടാളക്കാർ നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്നു കളഞ്ഞ 11 വയസ്സുകാരനായ അബൂ ദുർറ എന്ന പൊന്നുമോന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ തീരുപ്പുന്ന വയലറ്റുകൾക്ക് മുന്നിൽ കരിങ്കഷണങ്ങൾ വാരിയെറിഞ്ഞുകൊണ്ട് വിരോധത്തമായ പോരാട്ടം നടത്തുന്ന ധീരമുജാഹിദുകളുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ ആ ഫലസ്തീനിലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ യാത്ര തിരിക്കുകയാ മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയാ എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും അർവാഹുകളെ കാണുകയാ ആ അംബിയാ മുർസലീങ്ങൾക്ക് ജിബ്രീലിന്റെ അനുവാദത്തോടുകൂടി ഇമാം നിന്ന് നിസ്കരിക്കുന്ന മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ എല്ലാ നബിമാർക്കും ഇമാം നിന്ന് നിസ്കരിച്ചു ജിബ്രീലിന്റെ അനുവാദത്തോടെ ജിബ്രീൽ പറഞ്ഞത് പ്രകാരം എന്നിട്ട് എല്ലാ നബിമാരെയും പരിചയപ്പെട്ടു ഓരോ നബിമാരും ഇങ്ങനെ അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു പറയാൻ തുടങ്ങി ഇബ്രാഹിം നബി പറയുകയാണ് ഈസാ നബി പറയുകയാണ് മൂസാ നബി പറയുകയാണ് ഇങ്ങനെ ഓരോ നബിമാരും പടച്ച തമ്പുരാൻ തങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം കേട്ട് പുഞ്ചിരി തൂക്കുന്നു മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴും പടച്ചവൻ തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതുമൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞു എല്ലാം കഴിഞ്ഞു മഹാനായ ജിബ്രീൽ പറഞ്ഞു നബിയെ യാത്ര അവസാനിച്ചിട്ടില്ല നബിയെ യാത്ര തീർന്നിട്ടില്ല നബിയെ ഇനിയും യാത്ര തുടരേണ്ടുന്നതുണ്ട് വീണ്ടും മഹാനായ ജിബ്രീൽ വിളിക്കുകയാ ബുറാക്കെന്ന അത്യാധുനിക സജ്ജീകരണങ്ങളല്ല വാഹനത്തിൽ കയറ്റുകയാ സെക്കൻഡുകൾ കൊണ്ട് കിലോമീറ്ററുകളോളം കുതിച്ചതാടുന്ന സൂപ്പർസോണിക് വിമാനങ്ങളുടെ കാലഘട്ടത്തിൽ പോലും മനുഷ്യ മനസ്സുകൊണ്ടൊന്നും ഊഹിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് അത്യാധുനിക സജ്ജീകരണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ബുറാക്കെന്ന വാഹനത്തിലേറി അല്ലാഹുവിന്റെ ഹബീബായ യാത്ര തുടരുകയാ ആകാശത്തിന്റെ ഓരോ കവാടങ്ങളും കടന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് പോവുകയാ സ്വർഗ്ഗം മുഴുവനും ചുറ്റിക്കാണുന്ന മുഹമ്മദ് മുസ്തഫ ജിബ്രീലിനോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്ന ജിബ്രീൽ അതിനുശേഷം നരകത്തിലേക്ക് പോകുന്ന മുഹമ്മദ് മുസ്തഫ നരകത്തിന്റെ അതിഭയാനകമായ ശിക്ഷകൾ കാണുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സംശയങ്ങൾ ഓരോന്നും അതാ ദൂരീകരിച്ചു കൊടുക്കുന്ന ജിബ്രീൽ എല്ലാം കഴിഞ്ഞ് വീണ്ടും യാത്ര ചെയ്ത് സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷച്ചുവട്ടിലേക്ക് എത്തിയപ്പോൾ മഹാനായ ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാഹ് ഇനി ഒറ്റയ്ക്കാണ് താങ്കൾ യാത്ര ചെയ്യേണ്ടുന്നത് നബിയേ ഇനി യാത്ര ഒറ്റയ്ക്കാണ് നബിയേ ഇനി ജിബ്രീൽ താങ്കളോടൊപ്പമില്ല നബിയേ ഇനി യാത്ര താങ്കളുടേത് ഒറ്റയ്ക്കാണ് നബിയേ ഹബീബായ മുത്തു ചോദിച്ചു ജിബ്രീൽ
ജിബ്രീൽ. മക്കയിൽ കടന്ന എന്നെ വിളിച്ചുണർത്തിയതും താങ്കളല്ലയോ ജിബ്രീൽ. അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുപോയത് താങ്കളല്ലയോ ജിബ്രീൽ. നബിമാരെ പരിചയപ്പെടുത്തിയത് താങ്കളല്ലയോ ജിബ്രീൽ. ആകാശത്തിന്റെ സീമകൾ കടത്തി എന്നെ കൊണ്ടുവന്നതും താങ്കളല്ലയോ ജിബ്രീൽ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് താങ്കളല്ലയോ ജിബ്രീൽ. നരകത്തിലേക്ക് കൊണ്ടുപോയതും താങ്കളല്ലയോ ജിബ്രീൽ. എന്റെ സംശയങ്ങൾ ദൂരീകരിച്ചു തന്നതും താങ്കളല്ലയോ ജിബ്രീൽ. എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ പരിചയമില്ലാത്ത സിദ്റത്തുൽ മുൻതഹയ്ക്ക് ചുവട്ടിലെത്തുമ്പോൾ എന്നെ കൈവിടുന്നോ ജിബ്രീൽ, എന്നെ കൈവിടുന്നോ ജിബ്രീൽ. മഹാനായ ജിബ്രീൽ പറയുന്നു, ഹബീബേ ഈ ജിബ്രീൽ എങ്ങാനും സിദ്റത്തുൽ മുൻതഹയ്ക്കപ്പുറത്തേക്ക് ഒരു ചുവട് വെച്ചാൽ പിന്നെ ഈ ലോകത്ത് ജിബ്രീലില്ല നബിയേ. പിന്നെ ജിബ്രീൽ ഭസ്മമാണ് നബിയേ. 600 ചിറകുകളുള്ള ഒരു ചിറകങ്ങാനുമെന്ന് വിടർത്തി കഴിഞ്ഞാൽ ആകാശഭൂമികളെപ്പോലെ സർവ്വതുമാ ജിബ്രീലിന്റെ ഒരു ചിറകിനുള്ളിൽ ഒതുങ്ങിക്കൂടുമെങ്കിലും അപ്രകാരം 600 ചിറകുകളുള്ള ജിബ്രീൽ. ആ ജിബ്രീൽ പറയുന്ന, ഹബീബേ ഇതിനപ്പുറത്തേക്ക് എങ്ങാനും ഒരു ചുവട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജിബ്രീൽ വെണ്ണീറാണ് നബിയേ. പിന്നെ ജിബ്രീൽ ഭസ്മമാണ് നബിയേ. ഇതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ ജിബ്രീലിന് അനുവാദമില്ല നബിയേ. മക്കാ മുകറബയിൽ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി വിശ്രമിച്ച അല്ലാഹുവിന്റെ ഹബീബിദാ ആകാശത്തിന്റെ സിംഹങ്ങൾക്കപ്പുറം പടച്ചവന്റെ ദർബാറിലേക്ക് ചുവടുവെപ്പ് നടത്തുകയാ. പടച്ചവന്റെ ദർബാറിലേക്ക് ചുവടുവെപ്പ് നടത്തുകയാ. അല്ലാഹുവാകുന്ന അത്ഭുത പ്രകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് 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 അത്ഭുതകരമായ ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന മുഹമ്മദ് മുസ്തഫ പടച്ച തമ്പുരാനിതാ ഹബീബായ റസൂലിന് സ്വാഗതം അരുളുകയാ. വരിക മുഹമ്മദേ, വരിക മുഹമ്മദേ, വരിക മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂലതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അടുക്കുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി അഭിമുഖ സംഭാഷണം നടത്തുകയാ. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അബ്ബും മില്ലും അടുക്കുന്നതിനേക്കാൾ അല്ലാഹുവും പ്രിയപ്പെട്ട ഹബീബും അടുക്കുകയാ. ദീർഘനേരം അഭിമുഖ സംഭാഷണം നടത്തുകയാ. അതേ എന്റെ സഹോദരങ്ങളെ, ഏതൊരല്ലാഹുവിനെ പരിചയപ്പെടുത്തിയതിന്റെ പേരിലാണോ അല്ലാഹുവിന്റെ റസൂൽ മക്കാ മുകറബയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്? ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണുകയാ. ഏതൊരു പടച്ചവനിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിലാണോ തായിഫിലുള്ള ജനങ്ങൾ തന്നെ ക്രൂരമായി കല്ലെറിഞ്ഞോടിച്ചത്? ആ അല്ലാഹുവിനെ കാണുകയാണ് മുഹമ്മദ് മുസ്തഫ. ഏതൊരു അല്ലാഹുവിൽ വിശ്വസിക്കാൻ പറഞ്ഞതിന്റെ പേരിലാണോ കുടുംബക്കാർ പോലും തന്നെ ശപിക്കാൻ തുടങ്ങിയത്? ആ അല്ലാഹുവിനെ കാണുകയാ മുഹമ്മദ് മുസ്തഫ. ഹബീബും മഹബൂബും തമ്മിലുള്ള സംഭാഷണമാ. ലോകത്ത് ഇങ്ങനൊരു സംഭാഷണം നടന്നിട്ടുണ്ടോ? ലോകത്ത് ഇങ്ങനൊരു അഭിമുഖം നടന്നിട്ടുണ്ടോ? അല്ലാഹുവും പ്രിയപ്പെട്ട പ്രവാചകരും കാണുകയാ. പ്രപഞ്ച പരിപാലകനും ആ പരിപാലകന്റെ പ്രിയപ്പെട്ട പ്രവാചകരും അതാ അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാ. അതിനിടയിൽ പടച്ച തമ്പുരാൻ പ്രിയപ്പെട്ട പ്രവാചകരോട് പറയുകയാ, യാ മുഹമ്മദ്, അല്ലയോ എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ മുഹമ്മദ്, സൽ, ചോദിക്കുക നബിയേ, എന്ത് വേണമെങ്കിലും ചോദിക്കുക നബിയേ, താങ്കൾക്കത് നൽകപ്പെടുന്നതാ നബിയേ. എന്ത് വേണമെങ്കിലും ചോദിക്കുക നബിയേ. അല്ലാഹുവിനെ തന്നെ കാണാൻ അവസരം ലഭിച്ച ഹബീബായ റസൂലിന് പിന്നെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? മറ്റെന്തെങ്കിലും ലഭിക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? എങ്കിലും ഹബീബായ മുത്ത് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, ഞാൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പല പ്രവാചകന്മാരെയും കണ്ടുപടച്ചവര്. ഇബ്രാഹിം നബിയെ കണ്ട്, ഇസ്മായിൽ നബിയെ കണ്ട്, മൂസാ നബിയെ കണ്ടു, ഈസാ നബിയെ കണ്ടു. അപ്രകാരം പല നബിമാരെയും കണ്ടു. ഇബ്രാഹിം നബിയെ നീ നിന്റെ ഖലീലാക്കി
വെട്ടിയില്ലേ പടച്ചവന്? ഇസ്മായിൽ നബിയെ നീ നിന്റെ ദബീഹാക്കിയില്ലേ പടച്ചവന്? മൂസാ നബിയെ നീ കലീമാക്കിയില്ല പടച്ചവന്? ഈസാ നബിയെ നീ റൂഹാക്കിയില്ല പടച്ചവന്? അപ്രകാരം പല നബിമാർക്കും പല അനുഗ്രഹങ്ങളും കൊടുത്തെങ്കിൽ പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട ഹബീബായ ഞാൻ, അന്ത്യപ്രവാചകനായ ഞാൻ മക്ക മുകറമയിൽ കിടന്ന് കല്ലേറുകൊള്ളുകയാ പടച്ചവന്, ആട്ടും തുപ്പുമേൽക്കുകയാ പടച്ചവന്, പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാ പടച്ചവന്. പടച്ചവന്, എല്ലാ നബിമാർക്കും നീ അനുഗ്രഹങ്ങൾ കൊടുത്തെങ്കിലും ഒരു പരാതിയല്ല, പരിഭവമെന്നോണം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, അല്ലാഹുവേ അല്ലാഹുവേ വമാ ജഅൽതക ലീ വമാ ജഅൽതലീ, എനിക്ക് വേണ്ടി നീ എന്ത് തന്നു പടച്ചവന്? എന്നെ നീ എന്താക്കി മാറ്റി പടച്ചവന്? എനിക്കെന്ത് സ്ഥാനമാ നീ തന്നിട്ടുള്ളത് പടച്ചവന്? അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ പരാതിയല്ല, ഒരു പരിഭവം പറയുകയാ. ഹബീബും മഹബൂബും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഒരു പരിഭവം പറയുകയാ. എല്ലാ നബിമാർക്കും സ്ഥാനമാനങ്ങൾ കൊടുത്തെങ്കിൽ പടച്ചവന് വമാ ജഅൽതലീ, എനിക്ക് നീ എന്ത് സ്ഥാനമാ തന്നിട്ടുള്ളത്? എനിക്ക് നീ എന്ത് പരിഗണനയാ തന്നിട്ടുള്ളത്? ഉടൻ തന്നെ പടച്ചവൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ട നബിയേ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, പടച്ച തമ്പുരാന്റെ പ്രണയത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാ. അല്ലാഹു ചോദിക്കുന്നു, നബിയേ, അതിനേക്കാളൊക്കെ നല്ല കാര്യം താങ്കൾക്ക് തന്നിട്ടില്ലേ നബിയേ? അതിനേക്കാളൊക്കെ സ്ഥാനം ഞാൻ താങ്കൾക്ക് നൽകിയിട്ടില്ലയോ നബിയേ? എന്താ നബിയേ, ഇബ്രാഹിമിനെ ഞാൻ ഖലീലാക്കിയെങ്കിലോ, ഇസ്മായിലിനെ ഞാൻ നബിയാക്കിയെങ്കിലോ, ഈസാ നബിയെ റൂഹാക്കിയെങ്കിലോ, മൂസാ നബിയെ കലീമാക്കിയെങ്കിലോ, ഇത്തഖൽതുക ഹബീബാ ഇത്തഖൽതുക ഹബീബാ, താങ്കളെ ഞാൻ എന്റെ ഹബീബാക്കിയിരിക്കുന്നു നബിയേ. താങ്കളെ ഞാൻ എന്റെ ഇഷ്ടത്തോടനാക്കിയിരിക്കുന്നു നബിയേ. ഇന്ന് മാത്രമല്ല ഹബീബേ, നബിയേ, താങ്കൾക്കറിയുമോ ഹബീബേ, മാ ദുഃഖിർതുനി ഇല്ലാ ദുഃഖിർത മഈ, നബിയെ, ഒരിടത്ത് പോലും എന്റെ കാര്യം പറയുന്നിടത്ത് താങ്കളെ ഞാൻ പറയാതിരുന്നിട്ടില്ല നബിയേ. എന്നെ താങ്കളെ എന്നിലേക്ക് ഞാൻ ചേർത്തിട്ടില്ലേ നബിയേ? മാ ദുഃഖിർതുനി ഇല്ലാ ദുഃഖിർത മഈ, എന്റെ കാര്യം പറയുന്നിടത്തെല്ലാം താങ്കളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ നബിയേ? വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോഴും ആമിനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനുമുള്ള വിശ്വാസം എന്നല്ലേ പറഞ്ഞത്? അതുപോലെ നിഷേധത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും കഫറൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനുമുള്ള നിഷേധമെന്നല്ലേ പറഞ്ഞത്? അതേപോലെ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാളും എന്നല്ലേ പറഞ്ഞത്? യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും എതിരിടുന്നവരെന്നല്ലേ പറഞ്ഞത്? ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോഴും അദാരും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള അറിയിപ്പെന്നല്ലേ പറഞ്ഞത്? അതുപോലെ നബിയേ, എന്ത് കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ താങ്കളെ ഞാൻ എന്നോടൊപ്പം ചേർത്തിട്ടില്ലേ ഹബീബേ? ഇത്തഖൽതുക ഹബീബാ ഇത്തഖൽതുക ഹബീബാ, താങ്കളെ ഞാൻ എന്റെ ഹബീബാക്കിയിരിക്കുന്നു നബിയേ, എന്റെ പ്രേമഭാജനമാക്കിയിരിക്കുന്നു ഹബീബേ. അല്ലാഹുവിന്റെ പ്രവാചകരെ പടച്ച തമ്പുരാൻ പ്രേമിച്ചത് പ്രകാരം ഇത്തഖൽതുക ഹബീബാ, താങ്കൾ എന്റെ ഹബീബല്ലേ നബിയെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ? എവിടെയൊക്കെ ഞാൻ എന്റെ കാര്യം പറഞ്ഞു അവിടെയെല്ലാം താങ്കളുടെ കാര്യവും പറഞ്ഞിട്ടില്ലേ? അവിടെയെല്ലാം ഞാൻ താങ്കളെയും പറഞ്ഞിട്ടില്ലേ? പിന്നെന്താ ഹബീബേ, അതിലും വലുതെന്താ താങ്കൾക്ക് കിട്ടാനുള്ളത്?
അള്ളാഹുവിന്റെ റസൂലും പടച്ചവനും തമ്മിലുള്ള സ്നേഹം, പ്രിയപ്പെട്ട പ്രവാചകനും പ്രപഞ്ച പരിപാലകനും തമ്മിലുള്ള പ്രേമം, എന്റെ സഹോദരങ്ങളെ, ഇത്രത്തോളം അഭേദ്യമായ പ്രേമം. ആ സ്നേഹം അതുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുന്നു, എന്റെ സ്നേഹം ആർക്കെങ്കിലും കിട്ടണോ, എന്റെ സാമീപ്യം ആർക്കെങ്കിലും കിട്ടണോ, എന്റെ അനുരാഗം ആരെങ്കിലും കൊതിക്കുന്നോ, പ്രപഞ്ച പരിപാലകനായ സർവലോക സൃഷ്ടാവായ സർവലോകങ്ങളെയും സംഹരിക്കാൻ ശക്തിയുള്ള പടച്ച തമ്പുരാന്റെ സ്നേഹം ആർക്കെങ്കിലും വേണോ, എങ്കിൽ എന്റെ ഹബീബിനെയും നിങ്ങൾ സ്നേഹിച്ചുകൊള്ളുക, എന്റെ ഹബീബിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. പറഞ്ഞു കൊടുക്കും നബിയേ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നോടും നിങ്ങളോടും പറയാൻ ഹബീബായ റസൂലിനെ കൊണ്ട് തന്നെ പടച്ചവൻ പറയിപ്പിക്കുകയാ. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ആ ഇഷ്ടം തിരിച്ചു കിട്ടാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ട് എങ്കിൽ, ഫത്തബിഊനി, നബിയെ താങ്കളെ പിൻപറ്റിക്കൊള്ളുക എന്നവരോട് പറയുക. അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടിട്ടും അള്ളാഹിന്റെ ഹബീബിനെ അനുധാവനം ചെയ്തിട്ടുമല്ലാതെ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അള്ളാഹ് പറയുന്നു, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടഭാജനമായ ഹബീബായ റസൂലിനെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്തിട്ടല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ സ്നേഹം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. പടച്ചവൻ പോലും അത്രത്തോളം സ്നേഹിച്ച, അള്ളാഹു പോലും സ്നേഹത്തിന്റെ സകല സീമകളും തുറന്നുകൊടുത്ത ആ ഹബീബായ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ ഹബീബായ റസൂലിനെ അനുധാവനം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അല്ലേ? എങ്ങനെയാ സ്നേഹിക്കേണ്ടുന്നത്? ഒരു വിശുദ്ധ റബീഉൽ അവ്വൽ 12 ദിവസത്തിൽ മാത്രമല്ല, വിശുദ്ധ റബീഉൽ അവ്വലിൽ മാത്രം ഹുബ്ബുർ റസൂലും ഇഷ്ഖുർ റസൂലും മദ്ഹുർ റസൂലും പറഞ്ഞ് ആ ദിവസങ്ങളിൽ മാത്രമല്ല ഹബീബായ മുത്തിനെ ഓർക്കേണ്ടുന്നത്, ആ ദിവസത്തിൽ മാത്രമല്ല റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടുന്നത്. ജീവിതം മുഴുവനും ആ റസൂലിന് കൊടുക്കാൻ കഴിയണം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ആ ഹബീബായ റസൂലിന്റെ ജീവിതം നമ്മുടെ ജീവിതമായി മാറണം. ലാ യുഅ്മിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുകയാ, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും, ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലുള്ള നിങ്ങളുടെ താല്പര്യങ്ങളും ഞാൻ കൊണ്ടുവന്നത് അനുധാവനം ചെയ്തുള്ള ജീവിതമായി മാറുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഒരാളുടെയും വിശ്വാസം പൂർത്തിയായിട്ടില്ല, ഒരാളുടെയും വിശ്വാസം പരിപൂർണമായിട്ടില്ല. എപ്പോഴാ? ഹബീബായ റസൂല് കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടായിത്തീരണം, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടായിത്തീരണം. ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ ഒരു സദസ്സിനോട്, ഇന്ന് ഈ വിനീതൻ ഇവിടെ നിന്നുകൊണ്ട് അള്ളാന്റെ റസൂലിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സദസ്സിലിരിക്കുന്ന മുഴുവൻ പേരും തയ്യാറായേക്കും. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മരിക്കാൻ, റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ആരൊക്കെ തയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ മുഴുവൻ പേരും തയ്യാറാകും. എന്നാൽ എന്റെ സഹോദരങ്ങളെ ചോദിച്ചു കൊള്ളട്ടെ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിതം കൊടുക്കാൻ ആരൊക്കെ തയ്യാറുണ്ട്? അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിക്കാൻ ആരൊക്കെ തയ്യാറുണ്ട്? മരിക്കാനാണെങ്കിൽ ഒരു പ്രാവശ്യമേ നമുക്ക് മരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിതം കൊടുക്കാൻ എന്റെ ചെറുപ്പക്കാരാ തയ്യാറുണ്ടോ? ഹബീബായ റസൂലിനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഹബീബായ മുത്തിനെ അക്ഷരാർത്ഥത്തിൽ നിനക്ക് പിൻപറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിന് വേണ്ടി ജീവൻ കൊടുക്കാനല്ല, റസൂലുള്ളാഹിന് വേണ്ടി മരിക്കാനല്ല, പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിക്കാൻ നിനക്ക് കഴിയുമോ? അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവിക്കാൻ. കുഴപ്പങ്ങളുടെ കാലഘട്ടമാ, പ്രശ്നങ്ങളുടെ കാലഘട്ടമാ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന കാലഘട്ടമാ. ഈ കാലഘട്ടത്തിൽ ആര് റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കുന്നുവോ, ഹബീബായ റസൂൽ പറയുകയാ, അവന് പടച്ചവന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കൂലി ഒരു പ്രാവശ്യം മരിച്ച കൂലിയല്ല, 2 പ്രാവശ്യം മരിച്ച കൂലിയല്ല, 10 പ്രാവശ്യം മരിച്ച കൂലിയല്ല, 50 പ്രാവശ്യം മരിച്ച കൂലിയല്ല. പിന്നെയോ മൻ തമസ്സക ബിസുന്നതി
ഇന്ദ ഫസാദി ഉമ്മത്തി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കുഴപ്പങ്ങൾ പിടിച്ച കാലഘട്ടത്തില്, അത് താടി വളർത്തുന്നവരെയെല്ലാം തീവ്രവാദി എന്ന് വിളിക്കുന്ന കാലഘട്ടത്തില്, തൊപ്പി ധരിച്ചവരെയെല്ലാം പഴഞ്ചൻ എന്ന് വിളിക്കുന്ന കാലഘട്ടത്തില്, പർദ്ദ ധരിച്ചവരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് താലിബാൻകാരി എന്ന് വിളിക്കുന്ന കാലഘട്ടത്തില്, ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെയെല്ലാം മതമൗലികവാദികൾ എന്ന് വിളിക്കുന്ന കാലഘട്ടത്തില്, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരെയെല്ലാം പഴഞ്ചനെന്ന് വിളിച്ചാക്ഷേപിക്കുന്ന കാലഘട്ടത്തില്, ഹബീബായ മുത്തന്റെ ജീവിതത്തിന്റെ അനുധാപനം ചെയ്യുന്നവരെയെല്ലാം 21ാം നൂറ്റാണ്ടിന്റെ സംസ്കാരങ്ങൾ അറിയാത്തവരെന്ന് വിളിക്കുന്ന കാലഘട്ടത്തില്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അങ്ങനെ കുഴപ്പം പിടിച്ച കാലഘട്ടത്തില് ആ കുഴപ്പങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട്, ആ ദുഷ്പേരുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട്, ആ ആക്ഷേപങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട്, മന്തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മതി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരൊരാൾ എന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നുവോ, അതേ ജീവിക്കാൻ തയ്യാറുണ്ടോ? റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കാൻ സിനിമാ തമ്പുരാക്കന്മാരുടെ റോൾ മോഡലുകളെല്ലാം വലിച്ചെറിഞ്ഞ് ജൂനിയർ ജനറേഷൻ ട്രെൻഡുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചീഞ്ഞളഞ്ഞു മാറുന്ന പാശ്ചാത്യ സംസ്കാരങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് മൻ തമസ്സക ബിസുന്നതി, ഏറ്റവും നല്ല ജീവിതത്തിന്റെ സുന്ദര നിമിഷങ്ങൾ പകർന്നു നൽകിയ ലോകത്തിന്റെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ഓരോ സുന്ദരമായ ജീവിത മുഹൂർത്തങ്ങളും ആരൊരാള് പിൻപറ്റുന്നുവോ, ആരൊരാള് മുറുകെ പിടിക്കുന്നുവോ, ഹബീബായ റസൂൽ പഠിപ്പിച്ച പോലെ ആരൊരാള് ജീവിക്കാൻ തയ്യാറാകുന്നു, അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുകയാ, ഫലഹു അജ്റു മിഅതി ഷഹീദ്. 100 വട്ടം മരിച്ചതിന്റെ കൂലിയാ അവനുള്ളത്, 100 വട്ടം രക്തസാക്ഷിത്വം വഹിച്ച കൂലിയാ അവനുള്ളത്. മരിക്കാനാണെങ്കിൽ ഒരു വട്ടമേ മരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് വേണ്ടി ജീവിക്കാനാണെങ്കിൽ 100 വട്ടം മരിച്ചതിന്റെ പ്രതിഫലം തരാം. 100 വട്ടം മരിച്ചതിന്റെ പ്രതിഫലം. ഇന്ന് ഈ കാലഘട്ടത്തിന് ആവശ്യം ജീവിക്കാൻ പറ്റിയ ആളുകളെയാണ്. മരിക്കേണ്ട ഒരാവശ്യം വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തയ്യാറാകാം. പക്ഷേ ഇന്ന് നമുക്ക് ആവശ്യം റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ജീവിക്കുക, റസൂലുള്ള പറഞ്ഞ പോലെ ജീവിക്കുക, അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുക, ആ സുന്നത്തുകളെ അനുധാപനം ചെയ്ത് ജീവിക്കുക. ആ ജീവിതത്തിന് ആര് തയ്യാറുണ്ട്? ജീവൻ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ജീവിതം കൊടുക്കാൻ തയ്യാറാക്കണം, ജീവിതം കൊടുക്കാൻ തയ്യാറാകണം. അല്ലേ? നമ്മളൊക്കെ കേൾക്കാറുണ്ട്, ഹബീബായ റസൂൽ ഭൂജാതനായ പുണ്യം നിറഞ്ഞ റബീഉൽ അവ്വൽ 12-ൽ അതേ ആരാധിച്ചു കൊണ്ടിരുന്ന പല ബിംബങ്ങളും തകർന്ന് തരിപ്പണമായി തലകുത്തി വീണുവെന്ന്. നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ ഹബീബായ റസൂൽ ഭൂജാതനായ എത്രയോ റബീഉൽ അവ്വൽ 12-കൾ കടന്നുപോയി. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിൽ നീ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആരാധ്യ പുരുഷന്മാരായ സിനിമാ തമ്പുരാക്കന്മാർ ഒരിക്കലെങ്കിലും നിന്റെ ഹൃദയത്തിൽ നിന്ന് തലകുത്തി താഴേക്ക് വീണിട്ടുണ്ടോ? ഒരിക്കെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടിന്റെ പേരിൽ അവരെ പിൻപറ്റുന്നത് മാറ്റിവെക്കുവാനും അവരോടുള്ള ആരാധന ഇല്ലാതെയാക്കുവാനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് സാധിച്ചിട്ടുണ്ടോ? ന്യൂ ജനറേഷൻ ട്രെൻഡുകൾ, സ്റ്റൈലുകളിൽ നിന്ന് സ്റ്റൈലുകളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരും യുവതി യുവാക്കളും ഇങ്ങനെ കുതിച്ചു ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതവുമായി ബന്ധമില്ല, ഹബീബായ മുത്തു പഠിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധമില്ല, പുതിയ പുതിയ സ്റ്റൈലുകൾ. അല്ലെ മുസ്ലിം ചെറുപ്പക്കാർ, നമ്മൾ ചിന്തിക്കുക, ഇതൊരു ദീനിന്റെ സദസ്സാണ്, ഒരു ദീനിന്റെ സദസ്സാണ്. ഒരു ദീനിന്റെ സദസ്സിൽ പോലും ആ സദസ്സിൽ കടന്നു വരുമ്പോൾ എങ്കിലും ഹബീബായ റസൂലിന്റെ സുന്നത്ത് എനിക്ക് താല്പര്യമുണ്ട്, അതെനിക്ക് അനുധാവനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നതിന്റെ പേരിലെങ്കിലും ഒരു ദീനി സദസ്സിൽ വരുമ്പോഴെങ്കിലും ഒരു സുന്നത്തിന് വേണ്ടി ഒരു തൊപ്പിയിടാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ പിന്നെ നമ്മൾ റസൂലുള്ള ദീനി സദസ്സ് കൊട്ടെ, പള്ളിയിലെ ആകെ വെള്ളിയാഴ്ച ഒരു ജുമായിക്കാ വരുന്നേ അല്ലെ, അപ്പോഴാണെങ്കിൽ പോലും എന്താ അവസ്ഥ? പള്ളിയിൽ കയറിയ ഉടനെ ഞങ്ങൾ അവിടെ ഇവിടെ നോക്കും, തലയിൽ കമഴ്ത്താൻ വല്ല വട്ടിയോ ചട്ടിയോ കാണാൻ കിട്ടുമെന്നറിയാം. ഇപ്പൊ അത് തലയിൽ വെച്ചിട്ടാണല്ലോ ഇപ്പൊ നിസ്കാരമൊക്കെ.
പള്ളിയിൽ ഇങ്ങനെ കയറി 30,000-ന്റെ ഫോൺ ഉണ്ടാവും കയ്യില്, അതെടുത്ത് ഇങ്ങനെ സൈലന്റ് ആക്കി. എന്നാലും 30 രൂപയുടെ ഒരു തൊപ്പിയില്ല. ഇഷ്ഖുർ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വലിൽ 12 ജനജീവിതം മുഴുവനും നിശ്ചലമാക്കി കളയുന്ന ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വരുമ്പോ പോലും ഒരു സുന്നത്തായ തൊപ്പി ഉണ്ടാവില്ല. ഓരോ വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴും കുളിച്ചില്ലെങ്കിലും കക്കൂസി പോകാൻ പോലും സമയം കിട്ടിയില്ല എങ്കിലും താടി നമ്മൾ വടിച്ചിരിക്കും, അത് മസ്റ്റാ. വെള്ളിയാഴ്ചയായിട്ട് ഈ താടി വടിക്കാതെ പള്ളിയിൽ പോകുന്നത് എങ്ങനാ അല്ലേ? അവിടെ എന്തേ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നമുക്കില്ല അല്ലേ? സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഹജ്ജിനോ ഉംറയ്ക്കോ പോകുമ്പോ ഞങ്ങളെ താടി ഇങ്ങനെ പിടിച്ചു നോക്കും, ഒരു പിടിയിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായിരുന്നു. എല്ലാരും ഇല്ല, ചില സഹാബാക്കൾ. നമ്മള് നേരെ തിരിച്ചാ. ഹജ്ജിനോ ഉംറയ്ക്കോ പോകുന്ന സമയത്ത് താടി വടിക്കില്ല, അപ്പൊ താടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ പിന്നെ ഹാജിയാരാണല്ലോ, അതിനൊരു അടയാളത്തിന് വേണ്ടി ചിലപ്പോ ഒരു ബോൾഗാൻ താടിയോ അല്ലെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കരി കൊണ്ട് വരച്ചേക്കുന്ന പോലൊക്കെ താടി വെച്ചേക്കുന്നുണ്ടാവും. ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഹാജിയാർ എന്നുള്ള ലേബൽ കിട്ടാൻ അല്ലേ? താടിയാണ്. ഇതാണോ സുന്നത്ത്? ഇങ്ങനെയാണോ റസൂലുള്ളാഹിനെ പിൻപറ്റേണ്ടുന്നത്? മുസ്ലിം ചെറുപ്പക്കാർ കയ്യിലും തൊടലിട്ട് കഴുത്തിലും തൊടലിട്ട് വീട്ടിൽ വളർത്തുന്ന പട്ടി അഴിച്ചുവിടുമ്പോ അതിന്റെ കഴുത്തിലൊരു തൊടലുണ്ടാവും. അതേപോലെ നായയുടെ സ്റ്റൈല് പോലും ഏറ്റെടുത്തിട്ട് കഴുത്തിൽ തൊടല് വിട്ട് നടക്കുന്നു നാണമില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരൻ അല്ലേ? നാണമില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരൻ പള്ളിയിലേക്കൊക്കെ വന്നിട്ട് ഈ നിസ്കാരത്തിനൊക്കെ മുസ്ലിം ചെറുപ്പക്കാരുണ്ടല്ലോ, കുഴലിനകത്ത് കാലും കയറ്റി വരുന്ന നാണമില്ലാത്ത ചെറുപ്പക്കാരൻ അല്ലെ? കുട്ടി ഉടുപ്പിട്ടുകൊണ്ട് വരും പള്ളിയിലേക്ക്, എന്നിട്ടിങ്ങനെ സുജൂദിലേക്ക് പോകുന്ന ഒരു കോലമുണ്ട്. അതെന്താ? 92 വയസ്സുള്ള ഉപ്പാപ്പ സുജൂദി പോയാലും 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ പോയിട്ടുണ്ടാവില്ല. ഒന്നതാ കാരണം, ഈ കാല് മടങ്ങുന്നില്ല, കുഴലിനകത്ത് കാല് കയറ്റിയേക്കല്ലേ. ഇവൻ എങ്ങനെയെങ്കിലും അടുത്ത് വയ്ക്കുന്നവനൊക്കെ താങ്ങി തൂങ്ങി കമന്നൊരു വീഴ്ചയുണ്ട്. അപ്പോ ഇവന്റെ ലോ വേസ്റ്റ് പാന്റ് അങ്ങ് താഴോട്ട് ഉറങ്ങും, കുട്ടി ഉടുപ്പങ്ങ് മുകളിലോട്ടും കയറും. പറവിൽ നിൽക്കുന്ന വേണേ കണ്ണുടച്ച് നിന്നോണം, ഇല്ലെങ്കിൽ 14 ലോകവും മുമ്പിലുണ്ടാവും അല്ലെ? ഒരു മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെയൊക്കെ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹുബ്ബുർ റസൂൽ എന്നും പറഞ്ഞ് പൊതുനിരത്തിലേക്ക് വന്ന് തക്ബീർ വിളിച്ച് ചാടാനല്ലാതെ ജീവിതത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റാൻ സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റുക, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിതം കൊടുക്കുക അല്ലേ? സഹോദരിമാര് കൂടെ ചിന്തിക്കണം. അവിടെ അള്ളാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വേഷവിധാനങ്ങൾ, ആ വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ ഇപ്പോ പലരും ഒക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പർദ്ദയൊന്നും ഇസ്ലാമിക സംസ്കാരമല്ല, വസ്ത്രം കൂടിയത് കൊണ്ട് സംസ്കാരമൊന്നും കൂടൂല എന്നൊക്കെ പറയാൻ വിവരമില്ലാത്ത പല എംബോക്കികളും വന്നിട്ടുണ്ട്. ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ ശോഷണം ഒരു ചൂഷണമാക്കി മാറ്റിയിട്ട് പള്ളിയായ പള്ളിയുടെ തിണ്ണ് മുഴുവനും കയറി നിറങ്ങിയിട്ട് കൂലിപ്പണി ചെയ്യുന്ന മുസൽമാന്റെ കയ്യിൽ നിന്ന് പോലും അവന്റെ വിയർപ്പിന്റെ അംശമുള്ള പണം പോലും എരന്ന് തുരന്ന് വാങ്ങിയിട്ട് അതിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ എല്ലാം ആസ്ഥാനത്ത് ആസനം കയറ്റിവെച്ചിട്ട് അവിടെ നിന്ന് വിവരമില്ലാത്ത വിടുവായുത്തം പറയുന്നവർ അല്ലേ? എന്താ വസ്ത്രം കൂടിയുണ്ട് സംസ്കാരം കൂടൂല, ഒരുപാട് തുണി കൊടുത്താന്നും സംസ്കാരം കൂടൂലെന്ന്. നമ്മുടെ ഒന്നും വീട്ടിൽ അവസ്ഥ അതാവൂല, അവന്റെ വീട്ടിൽ അവസ്ഥ അതായിരിക്കും ചിലപ്പോ. എന്ന് പറഞ്ഞാലേ അവന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന അച്ചിയെക്കാളും സംസ്കാരമുള്ളത് ആന്തമാൻ ദ്വീപുകളിലും ഉപദ്വീപുകളിലും തുണിയില്ലാതെ നടക്കുന്ന നരഭോജി പെണ്ണുങ്ങൾക്കാന്ന് പറയേണ്ടി വരും അല്ലെ? തുണി ഉടുത്താൽ സംസ്കാരം. അപ്പോട്ടെ, നമ്മുടെ വിഷയമല്ല അല്ലെ? പലരും ഇങ്ങനെ വിളിച്ചിട്ട് ജുമായിക്ക് അതൊന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും വിവരമില്ലാത്തവൻ എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും പറഞ്ഞിട്ട് എന്റെ ഒരു ജുമായുടെ 3/4 മണിക്കൂർ ഞാൻ വെറുതെ കളയുന്ന എന്തിനാ? അയാള് പറഞ്ഞത് ആര് സ്വീകരിച്ചു? ഇവിടെ പുള്ളിക്കാരൻ നോക്കിയപ്പോ ഒരു മൈക്കുണ്ട്, മലയാള മനോരമയുടെ ക്യാമറയുണ്ട്, കുറെ പെണ്ണുങ്ങൾ മുമ്പിലുണ്ട്. ചുമ്മാ കുറെ ഡയലോഗ് അങ്ങ് തട്ടി, അങ്ങോട്ട് തട്ടി. അപ്പൊ അതിങ്ങനെ ചർച്ച ചെയ്ത് നമ്മുടെ ഒരു ജുമാ നമ്മൾ കളയുന്ന എന്തിനാ? ഞാൻ പറഞ്ഞു വന്നത്, സഹോദരിമാർക്ക് അള്ളാന്റെ ഹബീബ് പൊരുത്തപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ജീവിത ആ ഒരു വസ്ത്രധാരണത്തിലേക്ക് കടക്കാനും ആ വസ്ത്രധാരണം അനുധാവനം ചെയ്യാനും സാധിക്കുന്നുണ്ടോ? ഇന്നും സഹോദരിമാരുമൊക്കെ മോഡലുകളുടെ പിറകില. എല്ലാവരും ചുരിദാർ, ആ ചുരിദാറിന്റെ സ്റ്റൈൽ ഇങ്ങനെ കൂടിയിട്ട് 2 സൈഡിലെയും ആ സ്റ്റിച്ചിങ്ങനെ വിട്ട് വെട്ടിങ്ങനെ കേറി വന്നോണ്ടിരിക്കുക. അപ്പൊ പൊക്കിളിന്റെ മുകളിലെത്തിയത് ഇനിയും സ്റ്റൈല് കൂടിയാൽ ഇങ്ങ് കേറി കക്ഷം വരെ വരും. പിന്നെ കാണാത്തത് പലതും നമ്മൾ കാണേണ്ടി വരും. സ്റ്റൈലുകൾ കൂടിയിട്ട് അല്ലേ? കക്ഷത്തുനിന്ന് താഴോട്ട് കൊതുകോല വെച്ചടിച്ചിട്ട് നടക്കുക, പുതിയ സിനിമ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്.
പർദ്ദകൾ പോലും അവിടെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ശരീരത്തിന്റെ സൗന്ദര്യം മുഴുവനും മറക്കപ്പെടാൻ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിഷ്കർഷിച്ച പർദ എന്ന പരിശുദ്ധമായ വസ്ത്രത്തെ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ മോഡലുകളുള്ള പർദയിലാണ്. എത്രയോ മോഡലുകൾ. ഓപ്പൺ പർദ, കല്ലുകൾ വെച്ച് പിടിപ്പിച്ച പർദ, ചില പർദയൊക്കെ ഇങ്ങനെ കിലുക്കും. എന്റെ കിലുക്കമുണ്ട്. വാളൊക്കെ കഴിഞ്ഞ് ആ പർദയിട്ട് ഇങ്ങനെ കിലുങ്ങി പോയാൽ വല്ല വെളിച്ചമില്ലാത്ത ഭാഗത്തൂടെയൊക്കെ നടന്നു വന്നാൽ പടച്ചോനെ വല്ല ജിന്നും നടന്നു വരികയാണെന്ന് തോന്നിപ്പോ. അതിരി കിലുക്കവാ അല്ലെ. പിന്നെ പർദ വാങ്ങിക്കഴിഞ്ഞ ആദ്യം ഈ പെണ്ണുങ്ങളിൽ നിന്ന് എന്താ? ബോഡി ഷേപ്പ് ആക്കുക. ആദ്യം തന്നെ ബോഡി ഷേപ്പ് ആക്കുക. ചാക്കിനകത്ത് തേങ്ങ നിറച്ച പോലെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചൊരു ഒരു വൃത്തികെട്ട കോലത്തില്, ഇതാണോ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റൽ? ഇതാണോ ഹബീബായ റസൂലിനെ അംഗീകരിക്കൽ? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, കുല്ലു ഉമ്മതി യദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ സമൂഹം മുഴുവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാ. ഇല്ലാ മൻ അബാ, ആര് വിസമ്മതം കാണിച്ചോ അവരല്ലാത്ത മുഴുവൻ പേരും സ്വർഗ്ഗത്തിലാ. ഹബീബായ റസൂൽ പറയുന്നു, ആര് എന്നോട് വിസമ്മതം കാണിച്ചു അവരൊഴികെയുള്ള എല്ലാവരും സ്വർഗ്ഗത്തിലാ. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ആരാ നബിയേ താങ്കളോട് വിസമ്മതം കാണിച്ചത്? ഹബീബായ മുത്ത് മറുപടി പറഞ്ഞു, വമൻ അതാഅനീ ദഖലൽ ജന്ന. ആരാണോ എന്നെ അനുസരിക്കുന്നത്, ആരാണോ ഞാൻ പഠിപ്പിച്ച ജീവിതം പിൻപറ്റുന്നത്, ആരാണോ ഞാൻ പഠിപ്പിച്ച പോലെ വിവാഹം നടത്തുന്നത്, ആരാണോ ഞാൻ പഠിപ്പിച്ച പോലെ കുടുംബ ജീവിതം നയിക്കുന്നത്, ആരാണോ ഞാൻ പഠിപ്പിച്ച പോലെ വസ്ത്രം ധരിക്കുന്നത്, ആരാണോ ഞാൻ പഠിപ്പിച്ച പോലെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവരാണ് സ്വർഗത്തിൽ. അല്ലാത്തവര് മുഴുവനും സ്വർഗത്തിൽ നിന്ന് പുറത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു, അങ്ങനെ ജീവിക്കണം. അവർക്കാണ് സ്വർഗം, അവർക്കാണ് സ്വർഗം. അല്ലാതെ ഒരു വിശുദ്ധ റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വരുമ്പോൾ, അല്ലേ, റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പടച്ചോനെ എന്തൊരു സ്നേഹവാ, എന്തൊരു സ്നേഹവാ. ഇന്നലെ വരെ ഒരൊറ്റ വക്കത്ത് പള്ളിയിൽ കയറാത്തവരും അന്നും പച്ചക്കൊടിയും പിടിച്ചിറങ്ങും റസൂലുള്ളാഹിന്റെ പേരും പറഞ്ഞിട്ട്, അല്ലേ, റസൂലുള്ളാഹിന്റെ പേരും പറഞ്ഞു. ഒരു 12 ദിവസം ഒടുക്കത്തെ സ്നേഹവാ. റബീഉൽ അവ്വൽ 12 എല്ലാം ക്ലോസ് കഴിഞ്ഞു. ഇനി അടുത്ത റബീഉൽ അവ്വലിൽ കാണാം, അല്ലേ. ഇതാണോ സ്നേഹം? ഇങ്ങനാണോ സ്നേഹിക്കേണ്ടുന്നത്? എന്നിട്ടെന്താ? റബീഉൽ അവ്വൽ റസൂലുള്ളാഹിന്റെ നബിദിന ആഘോഷത്തിന്റെ പേരും പറഞ്ഞ് സമൂഹത്തിന്റെ സമുദായത്തിന്റെ പൈസ മുഴുവനും പൊടിപൊടിക്കാൻ, അല്ലേ, ഒരു ലോറി പിടിച്ച് കുറെ ബോക്സും ഒക്കെ കെട്ടിവെച്ച് മ്യൂസിക് ഉള്ള പാട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ചാടുക. അതിന്റെ മുമ്പിൽ കിടന്ന് ഡപ്പാങ്കൂത്ത് കളിക്കുക മുസ്ലിം ചെറുപ്പക്കാരൻ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള പാട്ടൊന്നും. ഇതൊന്നും അല്ലേ ഇന്ന് വിഷമം തോന്നി. ഇന്ന് ഇശാ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ദീനിന്റെ സദസ്സിൽ നിങ്ങളുടെ മ്യൂസിക്കുള്ള പാട്ട്, അല്ലേ, അവിടെ ഫാത്തിഹ ഓതുമ്പോ ഇവിടുന്ന് പാട്ട് കേൾക്കുക. ഇതാണോ സ്നേഹം? ഇങ്ങനാണോ റസൂലുള്ളാഹിനെ പിൻപറ്റേണ്ടുന്നത്? ഈ പാട്ടുകളൊക്കെ അള്ളാഹിന്റെ ഹബീബ് നിഷിദ്ധമെന്നാ പറഞ്ഞത്. വെള്ളം, ആ വെള്ളം കിട്ടുന്നതിന്റെ പേരിൽ എപ്രകാരം പുല്ല് മുളച്ചു വരുമോ അതുപോലെ സംഗീതം, മ്യൂസിക് കൊണ്ട് മനുഷ്യ മനസ്സിലെ ഈമാൻ നശിച്ചു പോയിട്ട് അവിടെ കപടത വളർന്നു വരൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേരും പറഞ്ഞിട്ട് മ്യൂസിക് ഇടുക, അല്ലേ. റബീഉൽ അവ്വൽ 12 അതും പറഞ്ഞിങ്ങനെ ചാടുക. ബൈക്കിൽ കയറി ഇങ്ങനെ തക്ബീർ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പരക്കം പായുന്നു മുസ്ലിം ചെറുപ്പക്കാർ, അല്ലേ. ആര് പഠിപ്പിച്ച ഇതൊക്കെ? ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ചു, നബിദിനത്തിന്റെ പേരിൽ സന്തോഷിക്കാം, പക്ഷേ അതിന്റെ പേരിൽ തെമ്മാടിത്തരം കാണിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ പേരിൽ മനസ്സിൽ തോന്നുന്ന മുഴുവൻ വൃത്തികേടും കാണിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. സമൂഹം ഇന്ന് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുകയാ. ഇമാം സുയൂത്തിയുടെയും ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിന്റെയും ഒക്കെ തെളിവുകൾ വളച്ചൊടിച്ചിട്ട് നബിദിനാഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിയിട്ട് സ്വൈര ജീവിതത്തെ പോലും പൊതുജനത്തിന്റെ മുന്നിൽ ഡപ്പാകൂത്ത് കളിക്കുന്നു മുസ്ലിം ചെറുപ്പക്കാരൻ.
റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂൽ എന്തൊക്കെ ചെയ്തുടന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ആ ഡാൻസ് കളിക്കുന്നേ. അപ്പോ അടിച്ചിട്ടുണ്ടാവും 2 എണ്ണം അല്ലേ? അപ്പോഴും 2 എണ്ണം ഹുബ്ബുർ റസൂൽ പറഞ്ഞപ്പോഴും ചിലപ്പോ അടിച്ചിട്ടുണ്ടാവും. ചിന്തിക്കണേ, ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇമാമിങ്ങൾ പഠിപ്പിച്ചു പുണ്യകരമായ കാര്യങ്ങൾ. എത്രത്തോളം എന്നാൽ ദീനിൽ നല്ലതല്ല എന്ന് പറയപ്പെടുന്ന കാര്യം പോലും ചെയ്യാൻ പാടില്ലെന്നാണ്. നല്ലതല്ല എന്ന് പറയപ്പെടുന്ന ദൂർത്തുകൾ ഒഴിവാക്കപ്പെടുന്ന ഒന്നാണ്. പറഞ്ഞാൽ കിലോമീറ്ററോളം ലൈറ്റ് സെറ്റിംഗ് ഒന്നും പാടില്ല എന്നതിന്റെ അർത്ഥം. ആവശ്യത്തിനൊരു അലങ്കാരം വേണമെങ്കിലാകാം, ആവശ്യത്തിനൊരു അലങ്കാരം. അതിലൊക്കെ അപ്പുറം കിലോമീറ്ററോളം ലൈറ്റ് ഇടുക, കിലോമീറ്ററോളം പാട്ടിടുക, എന്നിട്ട് പൊതുസമൂഹത്തിന്റെ യാത്ര പോലും തടസ്സപ്പെടുത്തിട്ട് ജാഥ നടത്തുക, അങ്ങനെ ബുദ്ധിമുട്ടിച്ചൊന്നും ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെയൊക്കെ നമുക്ക് തിരിച്ചറിവുണ്ടാകണം അല്ലെ? നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മളൊരു നബിദിനം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പൈസ ഇടും, നമ്മൾ തന്നെ ബിരിയാണി വെക്കും, നമ്മൾ തന്നെ ആ ബിരിയാണി അങ്ങോട്ട് തിന്നു അല്ലെ? അതല്ലേ നമുക്കറിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ അതാ ഒരു ദിവസം തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലതാ പ്രിയപ്പെട്ട പൊന്നുമക്കളായ ഹസനും ഹുസൈനും കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് ചെന്ന് പ്രിയപ്പെട്ട പൊന്നുമോളോട് ചോദിച്ചു, ഫാത്തിമ, എന്റെ പൊന്നുമക്കള് കരയുന്നത് എന്തിനാ ഫാത്തിമ? പൊന്നുമോളായ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ പറഞ്ഞു, വാപ്പാ, എന്റെ മക്കള് വിശന്നിട്ട് കരയുന്നു വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ, നിനക്ക് പാല് കൊടുത്തുകൂടെ ഫാത്തിമ? എന്റെ മക്കൾക്ക് പാല് കൊടുത്തുകൂടെ ഫാത്തിമ? ഹബീബായ റസൂലിനോട് ഫാത്തിമത്തു സഹ്റ ബത്തൂൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ഫാത്തിമ ദിവസങ്ങളോളം പട്ടിണി കിടക്കുകയാ. ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഹബീബേ. ഈ ഫാത്തിമയുടെ ശരീരത്തിൽ ഒരു തുള്ളി പാല് പോലുമില്ല. അതേ, അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പട്ടിണിയില. അള്ളാഹുവിന്റെ റസൂൽ അകത്തേക്ക് ചെന്നു പ്രിയപ്പെട്ട പേരമക്കളായ ഹസനും ഹുസൈനെയും തോളത്തിരുത്തുകയാ. അവരെയും കൊണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ മസ്ജിദ് നബവിയുടെ തിണ്ണയിലേക്ക് വരികയാ. ആ പ്രിയപ്പെട്ട മക്കളെ അതാ ആ മസ്ജിദ് നബവിയുടെ തിണ്ണയിൽ ഇരുത്തി കളിപ്പിക്കുകയാ. അവരുടെ വിശപ്പൊന്ന് മറക്കാൻ, ആ വിശപ്പിന്റെ വെളിയോളം അവരിൽ നിന്നൊന്ന് മറന്നു പോകാൻ അല്ലാഹുവിന്റെ റസൂൽ അതാ ആ മക്കളെ ഇരുത്തിക്കൊണ്ട് കളിപ്പിക്കുകയാ. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ലോ റസൂലുള്ളാന്റെ തൊട്ട് പിറകില് മസ്ജിദ് നബവിയുടെ തിണ്ണയിൽ നൂറുകണക്കിന് ഗോതമ്പിന്റെ ചാക്കുകൾ ഉണ്ടായിരുന്നല്ലോ, നൂറുകണക്കിന് ഈത്തപ്പഴത്തിന്റെ ചാക്കുകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അതെല്ലാം പൊതുസമൂഹത്തിന്റെ പട്ടിണി മാറ്റാനുള്ളതായിരുന്നു. അതേ വിശപ്പിന്റെ വിളിയാളം കൊണ്ട് പിഞ്ചുമക്കളിൽ ആരോ ഒരാൾ ചെന്നിട്ട് ആ ചാക്കിൽ നിന്ന് പുറത്തേക്ക് വീണു പോയതായ ഒരീത്തപ്പഴമെടുത്ത് വായിലേക്ക് ഇട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് പൊന്നുമോന്റെ വായിൽ നിന്നും ആ ഈത്തപ്പഴം പുറത്തേക്ക് വലിച്ചിടുകയാ. എന്നിട്ട് പറയുന്നു, മോനെ, ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ല, ഇത് നമ്മുടെ വിശപ്പ് മാറ്റാനുള്ളതല്ല. പട്ടിണി പാവങ്ങളായ നിരാരംഭരായ ആയിരക്കണക്കിന് മനുഷ്യ മക്കൾ ഈ നാട്ടിലുണ്ടെങ്കിൽ അവരുടെ പട്ടിണി മാറ്റാനുള്ളതാ, നമ്മുടെ പട്ടിണി മാറ്റാനുള്ളതല്ല. അതേ, സ്വന്തം കുമ്പയേക്കാൾ മറ്റുള്ളവരുടെ വിശപ്പിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. പൊതുസമൂഹം അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ അവന്റെ പട്ടിണി മാറ്റാതെ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാന്റെ പേര് പറഞ്ഞ് നമ്മൾ തന്നെ വെച്ച് കഴിച്ചാൽ മതിയോ? അന്നദാനം അൽഹംദുലില്ലാഹ് വളരെ നല്ല കാര്യമാണ്. ഇനിയെങ്കിലും ഒരു മാറ്റം, ആ ഒരു പൊതി ചോറുമായിട്ട് ഒന്ന് പൊതുരംഗത്തേക്ക് നമ്മളൊന്ന് ഇറങ്ങി, പൊതുസമൂഹത്തിനിടയിലേക്കൊന്ന് ഇറങ്ങി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്യന്റെ മുന്നിലേക്ക് ചെന്ന് പിച്ചച്ചട്ടി നീട്ടുന്ന പാവപ്പെട്ട മനുഷ്യരെ കാണാം. അവന്റെ കയ്യിലേക്ക് ആ ഒരു പൊതി ചോറങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട്, സഹോദരാ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ്, അതുകൊണ്ട് ഇന്ന് നീ പട്ടിണി അടക്കാൻ പാടില്ല അല്ലെ? അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും സന്തോഷം അതായിരിക്കും. ഇനിയെങ്കിലും ചെറുപ്പക്കാർക്കൊന്ന് ഉണർന്നൂടെ? നമ്മുടെ അന്നദാനം അങ്ങനെ ആക്കിക്കൂടെ നമുക്ക്?
എവിടെ? നമ്മുടെ വീട്ടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് മണിക്കൂറോളം വെയിലും കൊണ്ട് ക്യൂ നിർത്തിയിട്ടല്ല, അങ്ങനല്ല, അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. ഒന്ന് കൊണ്ടു കൊടുത്തുവൊക്കെ അല്ലെ, പോയി ഗവൺമെന്റ് ആശുപത്രിയിലേക്കൊന്ന് പോയി നോക്കണം. പണമില്ലാത്തതിന്റെ പേരിൽ വരാന്തകളിൽ പോലും വെറും തോർത്തുമുണ്ട് വിരിച്ചിട്ട് അതിലിങ്ങനെ രോഗം ബാധിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കാണാം. അവര് മുസ്ലിമോ ആരും ആയിക്കോട്ടെ, അങ്ങോട്ട് ചെന്നിട്ട് ഒരു 500 രൂപ അവന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇന്ന് നമ്മുടെ പ്രവാചകന്റെ ജന്മദിനവാ, ഇന്ന് പണം ഇല്ലാത്തോണ്ട് നീ ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അള്ളാഹുവിന്റെ റസൂലിന് അതിനേക്കാൾ സന്തോഷം ഉണ്ടാവോ? നമുക്ക് അങ്ങനെയൊക്കെ സാധിക്കണ്ടേ അല്ലെ? ഹബീബായ റസൂലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തൂടെ അല്ലെ? അള്ളാന്റെ ഹബീബ് അന്തരീക്ഷ മലിനീകരണത്തെ വളരെയേറെ അള്ളാഹുവിന്റെ ഹബീബ് കർശനമായി നിരോധിച്ചു. പൊതുജനത്തിന്റെ ശാപത്തെ സൂക്ഷിച്ചു കൊള്ളുക. എന്തുകൊണ്ട് ശപിക്കുമെന്ന് ചോദിച്ചപ്പോൾ പൊതുസമൂഹം സഞ്ചരിക്കുന്ന പൊതുവഴിയിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർ, അല്ലെങ്കിൽ വിശ്രമിക്കുന്നിടത്ത് വഴുക്കുകൾ വാരി വതറുന്നവർ, മലമൂത്ര വിസർജനം നടത്തുന്നവർ, അവരെ ശപിക്കപ്പെട്ടവരാണ് അവരെന്ന് പഠിപ്പിച്ചെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഒരു റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമുക്കും ഇറങ്ങിക്കൂടെ? മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ചീഞ്ഞു നാറുന്ന ആ പൊതു ഇടങ്ങൾ, പൊതു സഞ്ചാര സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളൊന്ന് വൃത്തിയാക്കിയിട്ട് റസൂലുള്ളാന്റെ ഹദീസുകൾ എഴുതിയിട്ട് ബോർഡുകൾ അവിടെ ഒന്ന് സ്ഥാപിച്ചാൽ അല്ലെ, അതല്ലേ അള്ളാന്റെ റസൂലിന്റെ ജീവിത സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രവർത്തനം? അങ്ങനല്ലേ നമ്മൾ ചെയ്യേണ്ടുന്നത് അല്ലേ? അള്ളാന്റെ ഹബീബ് അതെ, നിങ്ങൾ വെള്ളത്തെ അതിനെ മലിനമാക്കരുതെന്നും അതിനെ പിന്നെ ആവശ്യമില്ലാതെ ചെലവാക്കരുതെന്നും പഠിപ്പിച്ചെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ആ ഒരു സന്ദേശം പൊതുജനത്തിന്റെ മുന്നിൽ നമുക്കൊന്ന് എത്തിച്ചു കൊടുത്തൂടെ? നബിദിനം ഇങ്ങനൊരു ആഘോഷമായി, അല്ലെങ്കിൽ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച അള്ളാന്റെ റസൂല് പൊരുത്തപ്പെട്ട് ഇങ്ങനെ പ്രവർത്തനവുമായി എന്റെ പള്ളിയിൽ, മാവള്ളി പള്ളിയിൽ 4 ആഴ്ച ഞാൻ ചർച്ച ചെയ്ത വിഷയം ഇതാ. നബിദിനെ എങ്ങനെ ആഘോഷിക്കണം? ആഘോഷിക്കേണ്ടെന്നല്ല, എങ്ങനെ ആഘോഷിക്കണം? അത് തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടാകരുത്, അത് പണം പൊടിപിടിച്ചുകൊണ്ടാകരുത്, അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാകട്ടെ, അത് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയാകട്ടെ, അത് പാവപ്പെട്ട മനുഷ്യ മക്കളുടെ മനസ്സറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാകട്ടെ. അവിടെയാണ് ജീവിതം റസൂലുള്ളാഹിന് വേണ്ടി മാറ്റിവെച്ച് ജീവിതത്തിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പറ്റും. സ്വന്തം ജീവിതത്തിലൂടെ, സ്വന്തം ഏറ്റവും വലിയ സ്നേഹവത സ്വന്തം ജീവിതം, നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശങ്ങളെ പരിചയപ്പെടുത്താനാകട്ടെ. ഹബീബായ റസൂൽ എങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയേ? മക്കയില് ഇസ്ലാം തീവ്രവാദവും ഭീകരവാദവും അല്ലെങ്കിൽ കുടുംബത്തെ തകർക്കലാണ്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടക്കുമ്പോഴും ഒരു വൃദ്ധയായ കിഴവി അല്ലേ, ആരാ? വിഗ്രഹങ്ങളെ ആരാധിക്കും. നമ്മുടെയൊക്കെ പച്ച ഭാഷ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഹിന്ദു അമ്മ, ഒരു പാവ അമ്മ, ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിച്ച ഒരമ്മ ഒറ്റയ്ക്കൊരു വിറക് കെട്ടുമായി നടന്നു വരികയാ അല്ലെ. ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഒന്ന് പുഞ്ചിരി തൂക്കിയിട്ട് ചോദിക്കുന്നു, ആ വിറക് കെട്ട് ഞാൻ ചുമക്കണോ? ആ അമ്മ പറഞ്ഞു, മോനെ നിന്നെ ഏൽപ്പിക്കണമെന്നുണ്ട്, പക്ഷെ നിനക്ക് തരാൻ കൂലിയൊന്നുമില്ല, 5 പൈസ കൂലി വേണ്ട, ഞാൻ കൊണ്ട് തന്നേക്കാം അല്ലെ. ആ വിറകിട്ട് വാങ്ങി ആ ചെറുപ്പക്കാരൻ ആ അമ്മയോടൊപ്പം സംസാരിച്ചുകൊണ്ട് നടന്നു. അവസാനം വീട്ടിലേക്ക് ചെന്ന് വിറകിട്ട് ഇറക്കി വെച്ചു. ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിയുടെ യാത്ര പറഞ്ഞൊരുങ്ങുമ്പോഴും ആ അമ്മ പറഞ്ഞു, മോനെ ഇത്രയും നല്ല സ്വഭാവമുള്ള, ഇത്രയും സ്നേഹമുള്ള നിനക്ക് ഒന്നും തന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമമാ, അതുകൊണ്ട് ഒരു ഉപദേശം ഞാൻ തന്നേക്കാം, ഒരൊറ്റ ഒരു ഉപദേശം ഞാൻ തന്നേക്കാം. എന്താ? ഇവിടെ നമ്മുടെ മക്കയിലെ മുഹമ്മദ് എന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, വലിയ കുഴപ്പക്കാരനാ. നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ തെള്ളിക്കളയാ, നമ്മുടെ ആചാരങ്ങളെയൊക്കെ തെള്ളിക്കളയാ, നമ്മുടെ നേതാക്കന്മാരെയൊക്കെ തെള്ളിക്കളയാ. ആ മുഹമ്മദിന്റെ അടുക്കൽ നീ ചെന്ന് പെട്ടുപോകല്ലേ, നിന്നെ പോലൊരു നല്ല ചെറുപ്പക്കാരനൊക്കെ മുഹമ്മദിന്റെ കയ്യിൽ കിട്ടിയാ നശിച്ചു പോകും അല്ലേ. ആ ചെറുപ്പക്കാരൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മുഹമ്മദിനെ എനിക്കറിയാം, അതാരാന്ന് ചോദിച്ചു. അത് മറ്റാരുമല്ല, അത് ഞാൻ തന്നെയാ, അത് ഞാൻ തന്നെയാ. ഉടൻ തന്നെയാ അമ്മ പൊട്ടിക്കരഞ്ഞ റസൂലുള്ളാന്റെ കൈ പിടിച്ചിട്ട്, പൊന്നുമോനെ, ഇത്രയും നല്ല സ്വഭാവമുള്ള, ഇത്രയും നല്ല ജീവിതമുള്ള നിന്നെ പറ്റിയാണോ ഇത് പറഞ്ഞത്? എങ്കിൽ ഞാനും ഇതാ നീ പരിചയപ്പെടുത്തിയ ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കുന്നു. സ്വന്തം ജീവിതം റസൂലുള്ളാഹിന് വേണ്ടി മാറ്റിവെക്കണം.
സ്വന്തം ജീവിതം റസൂലുള്ളാഹിന് വേണ്ടി മാറ്റിവെക്കണം. സഹോദരങ്ങളെ, അറിയുമോ, പ്രകൃതി പോലും പ്രവാചകനെ പ്രണയിച്ചതെങ്ങനെയാ? പ്രിയപ്പെട്ട പ്രവാചകനെ പ്രണയിക്കാനഴിയാതെ ജീവിതം നശിപ്പിച്ച് കളയുന്ന ചെറുപ്പക്കാരാ, പ്രകൃതി പോലും പ്രവാചകനെ പ്രണയിച്ചതെങ്ങനെയാ? അതേ സ്വന്തം ജീവിതം പ്രവാചകന് വേണ്ടി മാറ്റിവെക്കുകയാ. അറിയുമോ, ഹബീബായ റസൂൽ ഒരു ദിവസം ആരുമില്ലാത്ത മലഞ്ചെരുവിലൂടെ കടന്നു വരുമ്പോൾ ഒരു അറാബിയായ മനുഷ്യനിതാ എതിരെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച, സഹോദരാ, എവിടേക്കാണ് നീ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് നീ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്? ഉടൻ തന്നെ ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു, ഇലാ അഹ്ലീ, ഞാൻ എന്റെ കുടുംബക്കാരുടെ, എന്റെ ഗോത്രക്കാരുടെ അടുക്കലേക്ക് പോവുകയാ. ദിവസങ്ങളോളം അവരിൽ നിന്നുമെല്ലാം മാറിക്കഴിഞ്ഞു. അതിന്റെ ദുഃഖഭാരവും പേറുകൊണ്ട് ഞാൻ തിരിച്ചു കൊള്ളുന്നു. എന്റെ കുടുംബത്തെ ഒന്ന് കണ്ടാൽ, എന്റെ ഗോത്രത്തെ ഒന്ന് കണ്ടാൽ അതെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടാക്കുന്നതാ. അതുകൊണ്ട് ഞാൻ അവരിലേക്ക് മടക്കയാത്ര നടത്തുകയാ. ഹബീബായ റസൂൽ ചോദിച്ച, സഹോദരാ, അതിനേക്കാളൊക്കെ സന്തോഷമുണ്ടാക്കുന്ന, അതിനേക്കാളൊക്കെ പ്രയോജനമുണ്ടാക്കുന്ന കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ആ കാട്ടറബിയായ മനുഷ്യൻ പറഞ്ഞു തന്നാലും എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഹബീബായ മുത്ത് പറഞ്ഞു, എങ്കിൽ നീ സാക്ഷ്യം വഹിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കലിമയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതം വഹിക്കാമെന്ന് നീ സാഹിത്യം വഹിക്കുക. ഉടൻ തന്നെ ആ കാട്ടറബിയായ മനുഷ്യൻ ചോദിച്ചു, മുഹമ്മദേ, ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിച്ചാൽ എനിക്കെന്ത് പ്രയോജനമാ ഉണ്ടാകുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗമാ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിനക്ക് മോചമാ, സുന്ദരമായ ഒരു ജീവിതം നിനക്ക് കിട്ടുന്നതാ. അതുകൊണ്ട് നീ പ്രത്യയ ശാസ്ത്രത്തിലേക്ക് കടന്നു വരിക. ആ അറാബിയായ മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാ, മുഹമ്മദേ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം, നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ താങ്കൾ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് സാക്ഷി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരാരുമില്ലാത്ത മലഞ്ചെരുവിൽ വെച്ച ഹബീബായ മുത്തിനോട് ചോദിക്കുന്നത്, മുഹമ്മദ് പറഞ്ഞത് മുഴുവനും സത്യമാണെന്നും ശരിയാണെന്നും അതെല്ലാം അംഗീകരിച്ചാൽ എനിക്ക് നരകമോചനമുണ്ടെന്നും സ്വർഗപ്രവേശനം കിട്ടുമെന്നും മുഹമ്മദേ സാക്ഷി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹബീബായ മുത്തതാ ചുറ്റും നോക്കുന്ന ഒരു മനുഷ്യൻ പോലുമില്ല, ഒരു മനുഷ്യ ജീവി കുഞ്ഞുപോലും ഇല്ലാത്ത പ്രദേശത്ത് ആരെയാ സാക്ഷി നിർത്തേണ്ടി വരുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നോക്കുമ്പോൾ ആ മലഞ്ചെരിവിലതാ ഒരു ഒറ്റപ്പെട്ടൊരു മരം നിൽക്കുകയാ. ഒരു മരമതാ ഒറ്റപ്പെട്ട് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ മരത്തെ കൈനീട്ടി വിളിക്കുകയാ. ഹബീബായ റസൂൽ മരത്തെ കൈനീട്ടി വിളിക്കുകയാ. അത്ഭുതമെന്ന് പറയട്ടെ, റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സഹായത്തിന്റെ പേരിൽ ആ മരം വെട്ടുന്നതാ തന്റെ വേരുകൾ പുഴുതിയെടുത്തുകൊണ്ട് കടന്നു വരുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് വരികയാ. ഹബീബായ റസൂൽ ചോദിച്ചു, മരമേ, അതേ ഈ കാട്ടറബിയായ മനുഷ്യനുണ്ടല്ലോ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ആരെങ്കിലും സാക്ഷി നിന്നാൽ ഈ മനുഷ്യൻ മുസ്ലിമാകുമെന്ന് പറയുകയാ. അതുകൊണ്ട് ഈ മനുഷ്യന് സ്വർഗം കിട്ടാൻ, ഈ മനുഷ്യന് നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ, വിശുദ്ധ കലിമ ഒന്ന് ഉച്ചരിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി നീ ഒന്ന് സാക്ഷി നിൽക്കുമോ? എനിക്ക് വേണ്ടി നീ ഒന്ന് സാക്ഷി നിൽക്കുമോ? ആ മരത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടു, ഹബീബായ റസൂൽ ആ മരത്തിന്റെ മുന്നിൽ കലിമ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പറയുന്ന പോലെ സുന്ദരമായ രീതിയിൽ ആ മരം കലിമ പറയുകയാ. എന്നിട്ട് കാട്ടറബിയായ മനുഷ്യനോട് പറഞ്ഞു, സഹോദരാ, ഈ തങ്ങൾ പറഞ്ഞത് മുഴുവനും ശരിയാ, ഈ ഹബീബായ മുത്ത് പറഞ്ഞത് മുഴുവൻ ശരിയാ, ഇത് ഉൾക്കൊണ്ട് അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് കാലാകാല സ്വർഗമുറപ്പാ. ഇത് പറഞ്ഞിട്ട് ആ മരം പഴയതുപോലെ നടന്ന് തന്റെ സ്ഥാനത്തേക്ക് പോയി നിൽക്കുകയാ. അത്ഭുതകരമായ ഈ കാഴ്ച കണ്ടിട്ട് ആ അറാബിയായ മനുഷ്യൻ ഉടൻ തന്നെ ഹബീബായ മുത്തിന്റെ കൈപിടിച്ച് മുസ്ലിമാവുകയാ. ആരാ സഹോദരാ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ജീവിത സത്യങ്ങൾ അതേ പൊതുജനത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാൻ ഒരു മരം പോലും തയ്യാറായെങ്കിൽ
മരത്തെക്കാൾ കടുകടുത്ത ഹൃദയങ്ങളുള്ള ഞാനും നിങ്ങളും ഈ വിശുദ്ധമായ റബീഉൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോ ഹബീബായ റസൂലിന്റെ സന്ദേശങ്ങൾ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? അതേ മദീന ത്വയ്യിബയിൽ ഹബീബായ റസൂൽ ജീവിക്കുമ്പോൾ ഒരുപാട് ദൂരത്തൊരു മരുപ്രദേശത്ത് ഒരാട്ടിടയൻ തന്റെ ആടുകളെ മേയിക്കുകയാ. സഹോദരങ്ങളെ, കെട്ടുകഥയല്ല, ചരിത്രത്തിന്റെ കിതാബുകളിൽ സ്വഹീഹായ സനദോടുകൂടി വന്ന സംഭവങ്ങളാ. ആ ആട്ടിടയൻ ആട്ടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ചെന്നായ ഓടി വന്നിട്ട് അതിൽ നിന്നൊരാട്ടിൻകുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഓടുകയാ. ആട്ടിൻകുട്ടിയെയും കടിച്ചെടുത്ത് ഓടുന്ന ആ ചെന്നായയുടെ പിറകെ ആട്ടിടയനും ഓടാൻ തുടങ്ങുകയാ. അവസാനം തന്റെ കയ്യിലിരുന്ന വടിയെറിഞ്ഞുകൊണ്ട് ആ ചെന്നായയെ വീഴ്ത്തിക്കളയുകയാ. എന്നിട്ട് ചെന്ന് തന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചു വാങ്ങുമ്പോ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആ ചെന്നായ സംസാരിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിനെ പേടിയില്ലേ മനുഷ്യ? പടച്ചവൻ എനിക്ക് നന്ന ഭക്ഷണമായ ആട്ടിൻകുട്ടിയെ എന്റെ വായിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ അല്ലാഹുവിനെ നീ ഭയപ്പെടുന്നില്ലേ മനുഷ്യ? ഞെട്ടിത്തെറിച്ചു പോയ ആട്ടിടയൻ പെട്ടെന്ന് അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാ, ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഒരു ചെന്നായ സംസാരിക്കുന്നോ? അത്ഭുതം തന്നെയല്ലേ? എത്രയോ അത്ഭുതമാ! മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ചെന്നായ സംസാരിക്കുന്നു, മനുഷ്യനെ പോലെ ചെന്നായ സംസാരിക്കുന്നു. ഉടൻ തന്നെ ആ ചെന്നായ മറുപടി പറയുകയാ, ഏ സഹോദര, അതിലും അത്ഭുതകരമായ കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? ഒരു ചെന്നായ സംസാരിച്ചത് നിനക്ക് അത്ഭുതമായി തോന്നിയെങ്കിൽ അതിലും അത്ഭുതകരമായ കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്ത് അത്ഭുതമെന്ന മനുഷ്യൻ ചോദിച്ചപ്പോൾ ആ ചെന്നായ പറയുകയാ, യസ്രിബ് പറയുന്ന നാട്ടിലടാ മുഹമ്മദ് എന്ന പ്രവാചകൻ വന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ദിവ്യ ദൃഷ്ടാന്തങ്ങൾ വിളിച്ചറിയിക്കുകയാ. ആ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ആ അത്ഭുതം കണ്ട് നീ ഇസ്ലാം സ്വീകരിക്കുക. സഹോദരങ്ങളെ, മൃഗങ്ങൾ പോലും മരങ്ങൾ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം അതേ മറ്റുള്ളവരുടെ മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുത്തെങ്കിൽ എത്രയോ വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലൂടെ കടന്നു പോയതാ. റസൂലുള്ളാഹിന്റെ എത്രയോ പുണ്യം നിറഞ്ഞ ജന്മദിനങ്ങൾ നമ്മിലൂടെ കടന്നു പോയതാ. ഈ സന്ദർഭത്തിലെങ്ങാനും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത സന്ദേശങ്ങള് ആ ഹബീബായ മുത്തിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ പൊതുജനത്തിനിടയിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ എന്റെ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ജീവിതം റസൂലുള്ളാഹിന് വേണ്ടി കൊടുത്തു. ആര്? മരവും ചെന്നായയും ഉൾപ്പെടെയുള്ള പ്രകൃതി, മൃഗങ്ങളും പുൽക്കൊടികളും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, സഹീഹായ ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ നടക്കുന്ന വഴിയിൽ കല്ലുകൾ പോലും റസൂലുള്ളാഹിന് സലാം പറയുമായിരുന്നു. കല്ലുകൾക്ക് പോലും ഇഷ്ടമുണ്ടായിരുന്നു, മരങ്ങൾക്കും മൃഗങ്ങൾക്കും പോലും ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഞാനും നിങ്ങളും അക്ഷരാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ ഒരു ചെന്നായയുടെ സ്നേഹമെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ? സ്വന്തം ജീവിതത്തിലൂടെ റസൂലുള്ളാഹിനെ പറ്റി മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്ത ഒരു ചെന്നായയുടെ സ്നേഹമെങ്കിലും റസൂലുള്ളാഹിന്റെ അനുയായികൾ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കുണ്ടോ? ഇതിന് നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ഹബീബി ലോകത്തിന്റെ മുഴുവനും പ്രവാചകരാ. മുസ്ലിങ്ങളുടെ മാത്രം നബിയൊന്നുമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു നബിയല്ല. അള്ളാഹു തന്നെ പറഞ്ഞു, എന്താ? വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ. നബിയെ, സകല കോടി മനുഷ്യ മക്കൾക്കും സുവിശേഷകനായും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ ഞാൻ താങ്കളെ അയച്ചിട്ടില്ല. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അയച്ചത്. അതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക്, ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഹബീബായ മുത്തിനെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതെന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ഹൈന്ദവ സഹോദരങ്ങളൊക്കെ അവരുടെ വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് അതെ കലിയുഗത്തിൽ അവതാര പിറവിയെടുക്കുന്ന ഒരു കൽക്കിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെ? ആരാ കൽക്കി? ഒരു വിശുദ്ധ മാസത്തിലെ 12ാമത്തെ ദിവസം പിറവിയെടുക്കുന്ന കൽക്കി എന്ന അവതാരത്തിന് വേണ്ടി
സുമതി എന്ന പേരുള്ള ഒരു മാതാവിന്റെ മകനായി ജനിക്കുന്ന കൽക്കി എന്ന അവതാരത്തിന് വേണ്ടി, അതെ, ദൈവദാസൻ എന്നർത്ഥമുള്ള പേര് വരുന്ന ഒരു പിതാവിന്റെ മകനായി പിറവിയെടുക്കുന്ന കൽക്കി എന്ന അവതാരത്തിന് വേണ്ടി നരാശംസ എന്ന പേര് പറയപ്പെടുന്ന ഒരു അവതാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. അല്ലെ, നമുക്കൊന്ന് കൈപിടിച്ച് പറഞ്ഞൂടെ? നമുക്കൊന്ന് കൈപിടിച്ച് പറഞ്ഞൂടെ? നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അവതാരം ഒരു വിശുദ്ധ മാസത്തിലെ 12-ാം ദിവസമാണ് പിറവിയെടുക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവാചകരായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ എന്ന പ്രഥമ വസന്തത്തിന്റെ 12-ാം ദിവസമാണ് പിറവിയെടുത്തതെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അവതാരത്തിന്റെ പിതാവിന്റെ പേര്, അതിന്റെ അർത്ഥം ദൈവദാസൻ എന്നാണ് എങ്കിൽ നമ്മുടെ ഹബീബായ റസൂലിന്റെ പിതാവിന്റെ പേരും അബ്ദുള്ള, ദൈവദാസൻ എന്നാണ്. അതായിരിക്കുമോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അവതാരം? നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അവതാരത്തിന്റെ മാതാവിന്റെ പേര് സുമതി, അതിന്റെ അർത്ഥം നിർഭയത്വം നിറഞ്ഞവളെന്നാണ് എങ്കിൽ അതെ, പ്രവാചകന്റെ ഉമ്മയുടെ പേരും ആമിന, നിർഭയത്വമുള്ളവളെന്നായിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകനെയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്? നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതായ ആ അവതാരത്തിന്റെ പേര് നരാശംസ. നര എന്നാൽ മനുഷ്യരെന്നും, ശംസ എന്ന പ്രശംസിക്കപ്പെടുന്നവരെന്നും, മനുഷ്യരാൽ പ്രശംസിക്കപ്പെടുന്നവർ എന്ന പേര് വരുന്ന ഒരു അവതാരത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന്റെ അർത്ഥവും മനുഷ്യരാൽ പ്രശംസിക്കപ്പെടുന്നവരെന്നല്ലേ? അല്ലേ? ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ അവതാരം സംസ്കൃതമല്ലാത്ത ഒരു അന്യഭാഷ സംസാരിക്കുന്നെങ്കിൽ, മരുമണ്ണിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അതേ, മക്കയിലും മദീനയിലും ഉൾപ്പെടെ മരുമണ്ണ് നിറഞ്ഞ പ്രദേശത്തിൽ നിന്നും അറബി സംസാരിക്കുന്നവരല്ലേ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകർ? ആ അവതാരത്തിന്റെ അനുയായികൾ കുടുംബ വെക്കില്ല എങ്കിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലല്ലോ. ആ അവതാരത്തിന്റെ അനുയായികൾ ദാടി നീട്ടി വളർത്തുമെങ്കിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പ്രിയപ്പെട്ട സഹാബാക്കൾ ദാടി നീട്ടി വളർത്തിയവരല്ലേ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉറക്കെ ആഹ്വാനം ചെയ്യുമെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി ഉറക്കെ ശബ്ദമുയർത്തിയല്ലേ നമ്മൾ വിളിക്കുന്നത്? ആ അവതാരത്തിന്റെ അനുയായികൾ പന്നിയിറച്ചി നിഷിദ്ധമാക്കുമെങ്കിൽ വിശുദ്ധ ഖുർആൻ 4 ഭാഗങ്ങളിൽ പന്നിയിറച്ചി നിഷിദ്ധമാക്കിയില്ലേ? എന്റെ സഹോദരങ്ങളെ, ഇതൊക്കെ ഒന്ന് അവരോട് പറഞ്ഞ് ഹബീബായ റസൂലിന്റെ ജീവിതം അവരുടെ മുന്നിലേക്ക് എടുത്തുത്തരിക്കാൻ നമുക്ക് കഴിയാത്തതുണ്ട്. ആ റസൂലുള്ളാഹി തങ്ങളെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടുന്നത് അങ്ങനെയാ. ആ ഹബീബായ മുത്തിന് നമ്മൾ സ്നേഹം കൊടുക്കേണ്ടുന്നത് അങ്ങനെയാ. ആ ഹബീബായ റസൂല് നമ്മെ സ്നേഹിച്ചത് പോലും നമ്മൾ മറന്നുപോയില്ലേ? റസൂലുള്ളാഹി തങ്ങള് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ പോലും നമ്മൾ ഓർക്കുന്നില്ലല്ലോ. ആ റസൂലുള്ളാഹി തങ്ങള് നമുക്ക് നൽകിയ സ്നേഹം പോലും തിരികെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഹബീബായ റസൂൽ ഉറക്കം മാറ്റി വെച്ചത് ആർക്ക് വേണ്ടി കേട്ടാ? അല്ലാഹുവിന്റെ റസൂല് പട്ടിണി സഹിച്ചത് ആർക്ക് വേണ്ടി കേട്ടാ? സഹോദരങ്ങളെ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ അതാ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ ഹബീബ് അതാ ഇരുന്ന് നിസ്കരിക്കുകയാ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോവുകയാ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ പോലും കാല് നീര് വയ്ക്കുന്ന രീതിയിൽ മണിക്കൂറുകളോളം നിന്ന് നിസ്കരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ ഇരുന്ന് നിസ്കരിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, ഹബീബേ, റഅയ്തുക തുസല്ലി ജാലിസാ ഫമാ അസാബക യാ റസൂലല്ലാഹ്. നബിയെ, താങ്കൾ ഇരുന്ന് നിസ്കരിക്കുന്നതായി കണ്ടല്ലോ, എന്ത് പറ്റി നബിയെ, എന്ത് പറ്റി നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അബൂ ഹുറൈറ, ഏ അബൂ ഹുറൈറ, വിശപ്പ് കൊണ്ടാണ്, വിശപ്പ് കൊണ്ടാ, വിശപ്പ് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ ഈ സമുദായത്തിന് വേണ്ടി പട്ടിണി കിടന്നവരല്ലേ? മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ലൗ കാന ഇൻദനാ ദുഹ്ലുൻ ഗൈറ മിസ്ബാഹ് ഞങ്ങളുടെ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടിയ ദിവസങ്ങളില് ഞങ്ങളുടെ വീട്ടുകളിൽ അതേ പ്രകാശത്തിന് വേണ്ടി കത്തിക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണ കുടിച്ച് ഞങ്ങൾ വിശപ്പ് മാറ്റുമായിരുന്നു.
അത്രത്തോളം അള്ളാന്റെ ഹബീബ് പട്ടിണി കിടന്നെങ്കിൽ, റസൂലുള്ളാന്റെ കുടുംബക്കാര് പട്ടിണി കിടന്നെങ്കിൽ, റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ രാജകുമാരിമാരുടെ റാണിയായ മഹദിയായ ഫാത്തിമ, ആ ഫാത്തിമത്തു സഹ്റ ബത്തൂല പട്ടിണിയായിരുന്നെങ്കിലോ, ഫാത്തിമാന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പട്ടിണിയായിരുന്നെങ്കിലോ, എന്റെ സഹോദരങ്ങളെ അറിയുമോ, ഒരു ദിവസം രാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ ഹബീബത ഉറക്കമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മണിക്കൂറുകളോളം പടച്ചവന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച് അവസാനം നിസ്കാരമെല്ലാം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് കണ്ണീരടിക്ക് പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകൾ വിതുമ്പുകയാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയമതാ വിതുങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞിറങ്ങി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈയേന്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലതാ ദുആ ചെയ്യുമ്പോൾ അതാ റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്ക് വരുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ഹബീബേ, അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു നബിയേ, അല്ലാഹ് എന്നെ താങ്കളുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു നബിയേ, എന്തിനാ നബിയേ താങ്കൾ കരയുന്നത്? താങ്കളുടെ വിഷമം എന്തെന്നറിയാൻ, താങ്കളുടെ ഹൃദയത്തിന്റെ വിതുങ്ങൽ എന്തെന്നറിയാൻ, താങ്കളുടെ ചുണ്ടുകളുടെ വിതുമ്പലുകൾ എന്തിനെന്നറിയാൻ അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്ന നബിയേ. പടച്ച തമ്പുരാൻ അറിയാം എന്തിനാ ഹബീബായ റസൂല് കരയുന്നതെന്ന്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനൊരു ആശ്വാസത്തിന് വേണ്ടി മഹാനായ ജിബ്രീലിനെ പറഞ്ഞു വിടുകയാ. മഹാനായ ജിബ്രീൽ വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം അവതരിപ്പിക്കുമ്പോൾ ഹബീബായ റസൂലിന് വേണമെങ്കിൽ ആ സമയത്ത് പടച്ചവനെ, എന്റെ ആയിഷ പട്ടിണിയിലാണ് അല്ലാഹ്, എന്റെ ഫാത്തിമ പട്ടിണിയിലാണ് അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പേരമക്കള് ഹസനും ഹുസൈനും പട്ടിണിയിലാണ് അല്ലാഹ്, അല്ലാഹുവേ എന്റെ കുടുംബം പട്ടിണിയിലാണല്ലാ, എന്റെ സഹാബത്ത് പട്ടിണിയിലാണല്ലാ. അല്ലാഹുവിന്റെ റസൂൽ അതെങ്ങാനും പടച്ചവനോടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ പടച്ച തമ്പുരാൻ ഇറക്കുമായിരുന്നല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് പടച്ചവനോട് പറഞ്ഞത് പട്ടിണിയല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പ്രിയപ്പെട്ട സന്താനങ്ങളുടെയോ കുടുംബക്കാരുടെയോ പ്രശ്നങ്ങളല്ല. പിന്നെയോ ഹബീബായ റസൂല് രാത്രിയുടെ നിശബ്ദതയിൽ പടച്ചവനോട് പറയുകയാ, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, പടച്ചവനെ എന്റെ സമുദായം, പടച്ചവനെ എന്റെ സമുദായം, പടച്ചവനെ എന്റെ സമുദായം. അതെ, അല്ലാഹുവിന്റെ ഹബീബാ നിമിഷത്തിലും എന്നെയും നിങ്ങളെയും പറ്റി ചിന്തിച്ചതെങ്കിലോ, നമ്മയോർത്താണ് കണ്ണീരൊഴുക്കിയതെങ്കിലോ, എന്റെ സഹോദരങ്ങള്, ആ ഹബീബായ റസൂലിനെ പ്രേമിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അറിയുമോ, അല്ലാഹുവിന്റെ റസൂലതാ വഫാത്തിന്റെ വിതുമ്പുന്ന നിമിഷങ്ങളിൽ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുകയാ. പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമത്തു സഹ്റ ബത്തൂൽ അടുത്തിരിക്കുകയാ. ഈ സന്ദർഭത്തിലതാ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന വീട്ടിന്റെ പുറത്തൊരു അപരിചിതനായ മനുഷ്യൻ വന്നു നിന്നു. പുറത്തു നിന്നുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലിനോട് സലാം പറഞ്ഞിട്ട് ചോദിക്കുന്നു, അദ്ഖുലു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ അകത്തേക്ക് കടന്നു വരട്ടെ നബിയേ, ഞാൻ അകത്തേക്ക് കടന്നു വരട്ടെ നബിയേ. മഹദിയായ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ അകത്തിരുന്ന് മറുപടി പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി മശ്ഗൂലും ബിനഫ്സിഹി, അല്ലാഹുവിന്റെ ഹബീബ് ശാരീരികമായി ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് താങ്കൾ പോയി അല്പം കഴിഞ്ഞു വരിക. അല്പം കഴിഞ്ഞതാ വീണ്ടും ശബ്ദം കേൾക്കുകയാണ്, അസ്സലാമു അലൈക യാ മുഅദനിർ റിസാല, അദ്ഖുലു യാ റസൂലല്ലാഹ്. നബിയെ ഞാൻ അകത്തേക്ക് കടന്നു വരട്ടെ നബിയെ. അപ്പോഴും റസൂലുള്ള മറുപടി പറഞ്ഞില്ല. ഫാത്തിമത്തു സഹ്റ ബത്തൂൽ പറയുകയാ, ഇന്ന റസൂലല്ലാഹി മശ്ഗൂലും ബിനഫ്സിഹി,
അല്ലാഹുവിന്റെ റസൂൽ ശാരീരികമായി ബുദ്ധിമുട്ടില്ല. അല്പം കഴിഞ്ഞ് വീണ്ടും ശബ്ദം കേൾക്കുകയാ, അസ്സലാമു അലൈക്കും യാ ദാറ അഹ്ലിൻ നുബുവ അദ്ഖുലു യാ റസൂലല്ലാഹ്. അകത്തേക്ക് കടന്നു വരട്ടെ നബിയേ. മഹദിയായ ഫാത്തിമത്ത് സഹ്റ ബത്തോല മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട മോളെ ഫാത്തിമ, തടയണ്ട മോളെ ഫാത്തിമ. ഫാത്തിമ, നീ അദ്ദേഹത്തെ തടയണ്ട ഫാത്തിമ. നീ പുറത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ ഫാത്തിമ. മഹദിയായ ഫാത്തിമത്തു സഹ്റ ബത്തോൽ അത്ഭുതപ്പെട്ടു പോവുകയാ. നാളുന്നവരെയും ഒരു അന്യ പുരുഷന്റെ മുന്നിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടില്ലാത്ത തന്റെ പ്രിയപ്പെട്ട പിതാപിതാ എവിടെ നിന്നോ വന്ന ഒരു അറാബിയായ മനുഷ്യന്റെ മുന്നിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ്. മഹദിയായ ഫാത്തിമ അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, ആ കടന്നു വന്നത് ഒരു മനുഷ്യനല്ല ഫാത്തിമ, പിന്നെയോ هادم اللذات وقاطع الشهوات ومفرق الجماعات وقابل الأرواح ملك أزرائيل. പൊന്നുമോളെ, വന്നിരിക്കുന്നത് അസ്റായീലാണ് മോളെ. സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന, സകല ബന്ധങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന കളയുന്ന, റൂഹുകളെയും കൊണ്ട് പടച്ചവന്റെ സമക്ഷത്തിലേക്ക് പോകുന്ന അസ്റായീല പൊന്നുമോളെ വന്നിരിക്കുന്നത്. മഹദിയായ ഫാത്തിമ കണ്ണീരൊഴുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, നീ കരയണ്ട മോളെ ഫാത്തിമ. നിന്റെ പ്രിയപ്പെട്ട വാപ്പ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് യാത്രയായാലും ആദ്യം എന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് എന്റെ കുടുംബത്തിൽ നിന്ന് നീയാണ് ഫാത്തിമ. ഫാത്തിമ സന്തോഷിക്കുകയാ. മഹാനായ അസ്റായീൽ അകത്തേക്ക് കടന്നു വരികയാ. അസ്റായീലിനെ കണ്ടതും അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്റായീൽ അജിഅത ഖാബിലൻ അം സായിറാ? അസ്റായീൽ, എന്റെ അടുക്കലേക്ക് താങ്കൾ കടന്നു വന്നത് വെറുതെ എന്നെ കണ്ടിട്ട് പോകുവാനാണോ, അതല്ല എന്നെ കൊണ്ടുപോകാനാണോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്റായീൽ അജിഅത ഖാബിലൻ അം സായിറാ? അസ്റായീല്, താങ്കൾ വന്നതെന്നെ വെറുതെ കാണുവാനാണോ, അതല്ല എന്നെ അങ്ങ് കൊണ്ടുപോകാനാണോ? അസ്റായീല് പറഞ്ഞു, ഹബീബേ, നബിയെ, താങ്കളെ കാണുവാനും താങ്കളുടെ അനുവാദമുണ്ടെങ്കിൽ കൊണ്ടുപോകുവാനുമാണ് നബിയെ. വഫാത്തിന്റെ നിമിഷമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാടിന്റെ വിതുമ്പുന്ന നിമിഷങ്ങളാ. ഈ സമയത്ത് പോലും മഹാനായ അസ്റായീൽ ഹബീബായ റസൂലിനെ കൊണ്ടുപോകാൻ വന്ന നിമിഷത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്റായീൽ അയ്ന ഹല്ലഫ്ത ഹബീബി ജിബ്രീൽ? എന്റെ കൂട്ടുകാരൻ ജിബ്രീൽ എവിടെ? അസ്റായീൽ, എന്റെ കൂട്ടുകാരൻ ജിബ്രീൽ എവിടെ? അസ്റായീൽ. മഹാനായ ജിബ്രീൽ വരികയാ. റസൂലുള്ളാഹിന്റെ സമക്ഷത്തിൽ ഹാജരാകുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ യാത്രയാകാൻ സമയമായി ജിബ്രീൽ, അതുകൊണ്ട് ബശ്ശിർനി യാ ജിബ്രീൽ, എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ ജിബ്രീൽ. മഹാനായ ജിബ്രീൽ സമാധാനിപ്പിച്ച് വിഷമിക്കേണ്ടെന്ന നബിയെ, അല്ലാഹു താങ്കളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാ. സകല ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ബശ്ശിർനി ജിബ്രീൽ, അല്ല ജിബ്രീലേ, എന്നെ സന്തോഷിപ്പിക്കൂ ജിബ്രീലേ. അപ്പോഴും ജിബ്രീൽ പറഞ്ഞു, നബിയെ, സ്വർഗം താങ്കളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാ നബിയെ. ഹൗറുലീങ്ങൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാ നബിയെ. അത് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബശ്ശിർനി യാ ജിബ്രീൽ, ഇല്ല ജിബ്രീലേ, അതൊന്നും പറ്റല്ല ജിബ്രീലേ, അതൊന്നും എനിക്ക് മതിയായില്ല ജിബ്രീലേ, ഇനിയും എന്നെ സന്തോഷിപ്പിക്കൂ ജിബ്രീൽ.
മഹാനായ ജിബ്രീൽ ചോദിച്ചു, നബിയെ ഇനി എന്ത് കാര്യത്തിലാ സന്തോഷം വേണ്ടത്? ഇനി എന്തറിഞ്ഞിട്ടാ സന്തോഷം വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ, ഞാൻ ഈ ഭൂമി ലോകത്ത് നിന്ന് പടച്ചവന്റെ അടുക്കലേക്ക് യാത്രയായാൽ എന്റെ സമുദായത്തിന് പിന്നെ ആരുണ്ട് ജിബ്രീൽ? ഖുർആൻ ഓതുന്നവർക്കാരുണ്ട് ജിബ്രീൽ? നോമ്പ് പിടിക്കുന്നവർക്കാരുണ്ട് ജിബ്രീൽ? നിസ്കരിക്കുന്നവർക്കാരുണ്ട് ജിബ്രീൽ? എന്റെ സമുദായത്തിന് ആരുണ്ട് ജിബ്രീൽ? വഫാത്തിന്റെ വേർപാടിന്റെ വേദനാജനകമായ വിതമ്പുന്ന നിമിഷത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്നെയും നിങ്ങളെയും ആണോർത്തതെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ റബീഉലെങ്കിലും ആ ഹബീബായ റസൂലിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റട്ടെ. അക്ഷരാർത്ഥത്തിൽ റസൂലിനെ പ്രേമിക്കാൻ നമുക്ക് പറ്റട്ടെ. ആ പ്രേമം എങ്ങനെയാ? റബീഉൽ അവ്വലിൽ തുള്ളിച്ചാടിയിട്ടല്ല. ആ പ്രേമം പ്രകടിപ്പിക്കേണ്ടുന്നത് പണം പൊടി പിടിച്ച് കളഞ്ഞിട്ടല്ല. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞു, എന്നെ സ്നേഹിക്കേണ്ടുന്നത് എങ്ങനെയാ? മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ആരാണോ എന്റെ സുന്നത്തുകളെ പ്രേമിക്കുന്നത് അവർക്കാ എന്നോട് പ്രേമമുള്ളത്. ആരൊരാൾ എന്റെ സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്നു അവർക്കാ എന്നോട് സ്നേഹമുള്ളത്. വമൻ അഹബ്ബനി, അങ്ങനെ എന്റെ സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ട് ആരൊരാൾ എന്നെ സ്നേഹിക്കുന്നവോ കാന മഈ ഫിൽ ജന്ന, നാളെ സ്വർഗത്തിന് അവരെന്നോടൊപ്പം ഉല്ലസിക്കുന്നവരാ. നമ്മെ ഒരുപാട് സ്നേഹിച്ച, നമുക്ക് വേണ്ടി രാത്രിയിൽ കണ്ണീരൊഴുക്കി പൊട്ടിക്കരഞ്ഞ, വഫാത്തിന്റെ നിമിഷത്തിൽ പോലും നമ്മളെ ഓർത്ത് കരഞ്ഞ ആ ഹബീബായ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഈ സദസ്സിൽ നമ്മൾ വിലയിരുത്തണം, നമുക്ക് ആ സ്നേഹമുണ്ടോ? അക്ഷരാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? എങ്ങനാ സ്നേഹിക്കേണ്ടത്? റബീഉൽ അവ്വൽ 12 ദിവസം മാത്രം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്നോടൊരാൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ ഞാൻ പഠിപ്പിച്ച വിശുദ്ധമായ ജീവിതം അവർ പിൻപറ്റും. സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അവർ ജീവിക്കും. തൊപ്പി വെക്കാൻ പിന്നെ അവർക്ക് മടിയുണ്ടാവില്ല, താടി വളർത്താൻ പിന്നെ അവർക്ക് മടിയുണ്ടാവില്ല, ഇസ്ലാം പഠിപ്പിച്ച കാര്യം പോലെ അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പിന്നെ അവർക്ക് മടിയുണ്ടാവില്ല. എന്റെ സുന്നത്തുകളെ പിൻപറ്റുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. വമൻ അഹബ്ബനി, അങ്ങനെ എന്റെ സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ട് ആരെന്നെ സ്നേഹിക്കുന്നു ഖാന മഈ ഫിൽ ജന്ന, അവരായിരിക്കും നാളെ എന്നോടൊപ്പം സ്വർഗത്തിലുള്ളത്. അല്ലാഹു ആ ഒരു സന്തോഷകരമായ അവസ്ഥ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പ്രവാചകനെ പ്രേമിക്കേണ്ടുന്നത് പ്രവാചകന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാൽ, അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അറിയിച്ചു കൊടുത്തുകൊണ്ടാണ് പടച്ചവൻ അപ്രകാരം ഒരു ജീവിതം നയിച്ച് അക്ഷരാർത്ഥത്തിൽ പ്രവാചകനെ പ്രേമിച്ചുകൊണ്ട് നാളെ ആ പ്രിയപ്പെട്ട നിബിതങ്ങളോടൊപ്പം സ്വർഗലോകത്ത് ഉല്ലസിക്കുവാൻ പടച്ച തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക. വിശുദ്ധമായ റബീഉൽ അവ്വൽ ഹബീബായ റസൂലിനെ അറിയാനും ആ റസൂലിലേക്ക് അടുക്കുവാനുമുള്ള സമയമാണ്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലുമായി അടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല വഴിയാണ് സ്വലാത്തുകൾ ചൊല്ലുക. അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഹബീബായ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹബീബായ റസൂല് പഠിപ്പിച്ച പൊരുത്തപ്പെട്ട സൽപ്രവർത്തികൾ ഈ വിശുദ്ധ റബീഉൽ അവ്വലിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളെ പ്രേമിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.